എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സുഭാഷ് എന്നാണ്. കണ്ണൂർ ജില്ലയിൽ പേരാവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ആർസിഎമ്മിൽ കുറച്ച് വളരെ നേരത്തെ വരാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു മഹാഭാഗ്യം. നമുക്ക് ധാരാളം ഉൽപ്പന്നങ്ങൾ ആർസിഎമ്മിലുണ്ട്, നമുക്കറിയാം. എനിക്ക് തോന്നുന്നു പുതിയ ആളുകൾ ഉണ്ടാവും അല്ലേ. പൊതുവേ നമ്മൾ പ്രൊഡക്റ്റുകളെ കുറിച്ച് പറയുമ്പോൾ കീസോള് അല്ലെങ്കിൽ ന്യൂട്രിചാർജ്, ഹരിയസും ജീവി, അങ്ങനെ കുറേ ഉൽപ്പന്നങ്ങളെ കുറിച്ചൊക്കെ സ്പെഷ്യൽ സെഗ്മെന്റിനെ കുറിച്ച് നല്ല ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നമുക്ക് നിരന്തരം കിട്ടാറുണ്ട്. വ്യത്യസ്തമായിട്ട് ചില ഉൽപ്പന്നങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കൈകാര്യം ചെയ്യുന്ന ചില ഉൽപ്പന്നങ്ങൾ, എന്നാൽ പലർക്കും ഒരുപക്ഷെ അറിയാത്തതായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഈ കൂട്ടത്തിൽ ഉണ്ടായേക്കാം, അറിയുന്നതുണ്ടായേക്കാം. അപ്പം മുമ്പ് ഇത്തരം പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും എന്നെ കേൾക്കുകയൊക്കെ ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പരിചയം ഉണ്ടാവാം. അല്ലാത്ത ആളുകൾക്ക് ഒരു പുതുമയുള്ള കാര്യമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് പറയാമെന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഈ ഒരു ബിസിനസ് പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത്, ആർസിഎം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ആരോഗ്യം തന്നെയാണ്. രണ്ടാമത്തേത് സ്വയം പര്യാപ്തത, അതേപോലെ തന്നെ സ്ത്രീ ശാക്തീകരണം, ഇവയിലൂടെയുള്ള നവഭാരത നിർമ്മാണമാണ് കമ്പനി ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ പറയുമ്പോൾ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നത് ആരോഗ്യത്തിന് തന്നെയാണ്. അപ്പോൾ ആരോഗ്യത്തിന് ഉതകുന്നതല്ലാത്ത യാതൊരു തരത്തിലുള്ള ഉൽപ്പന്നങ്ങളും ഇതിലുണ്ടാവില്ല. അത് ഏത് കാറ്റഗറി എടുത്താലും അത്. ഇപ്പോൾ നമുക്കറിയാം പെയിന്റ് വന്നു, പെയിന്റിലും അത് തന്നെയാണ് അവസ്ഥ. എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പെയിന്റ്, മനുഷ്യനോ അല്ലെങ്കിൽ പ്രകൃതിക്കൊന്നും ഹാനികരമല്ലാത്ത യാതൊരു തരത്തിലുള്ള ഉപദ്രവമില്ലാത്ത തരത്തിലുള്ള പെയിന്റുകളാണ്. അധികമായിട്ട് കെമിക്കലുകളുടെ അതിപ്രസരമില്ലാത്ത പെയിന്റുകൾ പോലും ഇറക്കുക എന്ന് പറയുമ്പോൾ ആരോഗ്യത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. ആരോഗ്യമില്ലാതെ നമ്മൾ എന്ത് നേടിയിട്ടും കാര്യമില്ല. കോടീശ്വരന്മാരായിട്ടുള്ള ആളുകളെയൊക്കെ നമുക്ക് ഒരുപാട് അറിയാം, പക്ഷെ അവരൊക്കെ ഈ പറഞ്ഞ പോലെ പലതരത്തിലുള്ള എന്താ പറയുക, ആരോഗ്യം ശ്രദ്ധിക്കാത്തത് കൊണ്ട് പലതരത്തിലുള്ള മാരകമായ രോഗങ്ങളിലേക്കൊക്കെ എത്തുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത് ആരോഗ്യത്തിന് തന്നെയാണ്. അപ്പോൾ അതിന് ഒതുങ്ങുന്ന ഉൽപ്പന്നങ്ങളാണ് ആർസിഎം മുമ്പോട്ട് വെക്കുന്നത് മുഴുവനും. അതിൽ കുറച്ച് ഉൽപ്പന്നങ്ങൾ, ഇപ്പോൾ ഇന്നത്തെ ഒരു സമയത്ത് നമുക്ക് എല്ലാ ഉൽപ്പന്നങ്ങളും പരിചയപ്പെടാൻ പറ്റില്ല, നമുക്കറിയാം. നിങ്ങൾക്ക് പരിചയമുള്ളതും പരിചയമില്ലാത്തതുമായ കുറച്ച് ഉൽപ്പന്നങ്ങൾ, പരിചയമില്ലാത്തതെന്നുള്ളതല്ല പറയുന്നത്, കൂടുതൽ അങ്ങനെ നമ്മളത് കേട്ട് കൈകാര്യം ചെയ്ത് ശീലമില്ലാത്ത ചില ഉൽപ്പന്നങ്ങളൊക്കെ ഒന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ട്രെയിനിങ് ആയിട്ടല്ല ഇത് എന്നെ കാണേണ്ടത്, നേരെ മറിച്ച് ഒരു പരിചയപ്പെടലാണ്. ചില ഉൽപ്പന്നങ്ങൾ നമ്മുടെ ശ്രദ്ധപ്പെടാതെ പോയത്, അല്ലെങ്കിൽ അതിന്റെ ഗുണങ്ങളെ പറ്റി നമ്മൾ ഇങ്ങനെ അറിയില്ലായിരുന്നു, ആ രീതിയിലേക്ക് വരുന്ന കുറച്ച് ഉൽപ്പന്നങ്ങളെ കുറിച്ചൊക്കെ നമുക്കൊന്ന് പരിചയപ്പെട്ട് മുമ്പോട്ട് പോകാം. ഈ ബിസിനസ്സിൽ നമുക്കറിയാം, നമ്മുടെ ഉൽപ്പന്നങ്ങൾക്കെല്ലാം PV എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലേ, പർച്ചേസ് വോളിയം. എന്താണ് പർച്ചേസ് വോളിയം? പർച്ചേസ് വോളിയത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എന്തെങ്കിലും വരുമാനമൊക്കെ കിട്ടുക. അപ്പോൾ ആ പർച്ചേസ് വോളിയം നമുക്ക് ശരിയായ രീതിയിൽ വന്ന് നമുക്ക് ഒരു ഗ്രോത്ത് ഒക്കെ ഉണ്ടാവണമെങ്കിൽ, ബിസിനസ് വളർച്ചയൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ ഉൽപ്പന്നങ്ങൾ നമ്മൾ സെൽഫായിട്ട് ഉപയോഗിക്കുകയും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള നമുക്ക് ഗുണം കിട്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങളെ നമുക്ക് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താനൊക്കെ സാധിക്കണം. അപ്പോൾ അതിന് വലിയൊരു ട്രെയിനിങ്ങിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിത്യവ്യ സാധനങ്ങൾ നമ്മൾ വീടുകളിൽ വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായില്ലേ. നമ്മളൊക്കെ ചെറുപ്പം മുതലേ നമ്മൾ ഉപയോഗിച്ച് വരുന്ന പല ഉൽപ്പന്നങ്ങളും അതിൻ്റെയൊക്കെ ട്രെയിനിങ് കിട്ടിയിട്ടൊന്നും അല്ല നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഒരു വീട്ടിലൊരു പേസ്റ്റ് വാങ്ങി ഉപയോഗിക്കുന്ന ട്രെയിനിങ് കിട്ടിയിട്ടാണ്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഉപയോഗിക്കുന്ന ട്രെയിനിങ് കിട്ടിയിട്ടാണ്, ഒന്നുമല്ല. പലതും അത്തരം ഉൽപ്പന്നങ്ങൾക്ക് നമുക്ക് പ്രത്യേകിച്ച് ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല. പക്ഷെ ചില ഉൽപ്പന്നങ്ങൾ നമ്മൾ പരസ്യത്തിന്റെ ആ ഒരു പിൻബലത്തിൽ പരസ്യം കണ്ടിട്ട് വാങ്ങി ഉപയോഗിക്കുന്ന കുറേ ഉൽപ്പന്നങ്ങൾ അങ്ങനെ ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ആ ഉൽപ്പന്നത്തിനെ പരിചയപ്പെടുക, പരസ്യത്തിലൂടെ നമ്മൾ പരിചയപ്പെടും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പരസ്യവും ഇല്ല, ഇടനിലക്കാരും ഇല്ല. അങ്ങനെ വരുമ്പോൾ ഉപയോഗിച്ച് അനുഭവം വന്ന ആളുകളാണ് മറ്റുള്ളവർക്ക് ഇത് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഒരുപക്ഷെ അതിന് സെയിലായിട്ട് കാണുന്നവരുണ്ട്. ഇപ്പം ആ ഉൽപ്പന്നങ്ങൾ വിൽക്കുകയാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ അത് സെയിലായിട്ട് വേണമെങ്കിൽ കാണാം. അതിനപ്പുറത്തേക്ക് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, പരിചയപ്പെടുത്താൻ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തണമെങ്കിൽ വേണം നമുക്ക് പരിചയം ഉണ്ടാവണം അല്ലേ, നമുക്ക് പരിചയം ഉണ്ടാവണം. അത് നമുക്ക് എങ്ങനെയാണ് പരിചയം ഉണ്ടാവാം? നമുക്ക് സെൽഫ് യൂസ് ചെയ്തിട്ടുള്ള പരിചയം ഉണ്ടാവണം. നമ്മൾ നമ്മുടെ വീട്ടിൽ നമുക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ചുള്ള അനുഭവങ്ങളും പരിചയങ്ങളും ഉണ്ടെങ്കിൽ നമുക്കത് മറ്റൊരാളെ പരിചയപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പം PV ജനറേറ്റ് ആകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് വരുമാനം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു ബ്രാൻഡിൽ വരുന്ന ഉൽപ്പന്നങ്ങൾ മാക്സിമം നമ്മൾ വാങ്ങി ഉപയോഗിക്കുകയും അതിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് PV ജനറേറ്റ് ആവുന്നത്. അപ്പോൾ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു മേഖല തന്നെയാണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പം പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് ഉണ്ടാകും. അങ്ങനെ കീറി മുറിച്ചുള്ള അറിവൊന്നും വേണ്ട, സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആ രീതിയിലേക്ക് ഒന്നും പോകണ്ട, അതിൻ്റെ ഒരു ശാസ്ത്രീയമായിട്ട് വശങ്ങളിലേക്ക് ഒന്നും പോകണ്ട. പക്ഷേ ഒരു വ്യക്തിക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് പറ്റണം. അതായത് അത് പറയുന്ന കേൾക്കുമ്പോൾ ആ വ്യക്തിക്ക് തോന്നണം, യെസ് ഇതെനിക്ക് ആവശ്യമുള്ള ഉൽപ്പന്നമാണല്ലോ, എനിക്കും ഇത് ആവശ്യമുള്ളതാണല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇതിന് പകരം മാർക്കറ്റിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇത്രയേറെ ഗുണമില്ലാത്തതാണല്ലോ എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാകുന്ന തരത്തിൽ നമുക്ക് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റണം. അവിടെയാണ് ഇതിൻ്റെ ആവശ്യം. അപ്പോൾ അങ്ങനെ വരുമ്പം എന്തെല്ലാം ഉൽപ്പന്നങ്ങൾ, ഗുഡ് മോർണിംഗ് ടു ഗുഡ് നൈറ്റ് വരെ നമ്മൾ എന്തെല്ലാം ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ആർസിഎമ്മിൽ വന്നതിന് ശേഷം ആർസിഎമ്മിൽ ഐഡി എടുത്തിട്ട് പോലും പല ആളുകളും 100% ആയിട്ട് ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങളിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടില്ല.
എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇപ്പോഴും ചില പഴയ ശീലങ്ങളിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മാവേലി സ്റ്റോറിൽ നിന്ന് മേടിക്കുന്ന രീതി, സപ്ലൈക്ക് അങ്ങനെയുള്ള റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഒരു രീതി, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നിലവിലെല്ലാം കൂടെ ഒന്നിച്ച് വാങ്ങുന്ന രീതി, അത് ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ആളുണ്ട്. ഇപ്പം വളരെ കുറഞ്ഞ പ്രൊഡക്റ്റുകൾ മാത്രം ആർസിയിൽ നിന്ന് വാങ്ങുക. കാരണം അതിന് പറയുന്ന ഒരു ന്യായമുണ്ട്, നിങ്ങളുടെ ചായപ്പൊടി അടിപൊളിയാണ്, നിങ്ങളുടെ ആട്ട സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിരലിലെണ്ണാവുന്ന ഉൽപ്പന്നങ്ങൾ മാത്രം ആർസിയിൽ നിന്ന് വാങ്ങുകയും ബാക്കി ഉൽപ്പന്നങ്ങൾ കൂടുതലും പുറത്ത് അല്ലെങ്കിൽ പൊതുമാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഒരു രീതി, അത് പഴയ ശീലത്തിന്റെ ഭാഗമാണ്. ചില ശീലങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് വിട്ടുപോയില്ല. അപ്പൊ ആളുകൾ ആ രീതിയിൽ വാങ്ങി ഉപയോഗിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. അപ്പൊ അതിനെന്ത് വേണം? അപ്പൊ ഈ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾക്ക് പകരം വെറുതെ പകരമായിട്ടൊരു ഉൽപ്പന്നമാണോ ആർസിയിൽ നിന്ന് കിട്ടുന്നത്? അതല്ല, എന്തെങ്കിലും ക്വാളിറ്റിയിൽ വ്യത്യാസങ്ങളുണ്ടോ? വിലയിൽ മാത്രമല്ല ഞാൻ പറയും, വിലയിൽ വലിയ വ്യത്യാസമുണ്ട്, വലിയ വ്യത്യാസമുണ്ട് നമ്മുടെ ഉൽപ്പന്നങ്ങൾക്കൊക്കെ. പക്ഷെ അതിനും ചില ഉൽപ്പന്നങ്ങൾക്ക് വില വ്യത്യാസം കാണാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. ആളുകൾ പറയും മാർക്കറ്റിനേക്കാളും വലിയ വിലയാണല്ലോ നമ്മുടെ പ്രൊഡക്റ്റിന് എന്ന് പറയുന്ന ഒരു അഭിപ്രായങ്ങളും കേൾക്കാറുണ്ട്. അപ്പോൾ വിലയിൽ മാത്രമല്ല, ഗുണമേന്മയിലാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ക്വാളിറ്റി ഇത്ര അധികം കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് മറ്റെവിടെയും ഈ ഒരു വിലയ്ക്ക് കിട്ടാത്ത ഒരവസ്ഥ. അപ്പോൾ ആർസിഎമ്മിൽ മാത്രം ആ ഒരു വിലയ്ക്ക് നമുക്ക് ഇത്രയും ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ കിട്ടുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ അത് ഏതൊക്കെ രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് ചെറിയൊരു അറിവ് നമുക്ക് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാനൊരു ചെറിയൊരു PPT ഒരു പ്രസന്റേഷനോട് നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് എനിക്ക് തോന്നുന്നു. വെൽക്കം ടു ദ വേൾഡ് ഓഫ് ആർസിഎം. ആർസിഎമ്മിന്റെ അത്ഭുത ലോകത്തേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാം. നമുക്ക് മെല്ലെ ഓരോരോ പ്രൊഡക്റ്റായിട്ട് നമുക്കിങ്ങനെ പരിചയപ്പെട്ടങ്ങ് പോകാം. ഒരു പക്ഷേ നിങ്ങൾ ആദ്യം കാണുന്ന പ്രൊഡക്റ്റ് വളരെയേറെ പരിചയമുള്ളതായിരിക്കാം. ഇനി അതല്ലെങ്കിൽ ആദ്യമായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ആർസിഎമ്മിൽ ജോയിൻ ചെയ്തിട്ട് അധികം ആയിട്ടില്ല, അല്ലെങ്കിൽ കൂടുതൽ ഉൽപ്പന്നങ്ങളൊന്നും വാങ്ങി ഉപയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആർസിഎമ്മിൽ ജോയിൻ ചെയ്തിട്ടില്ല, പ്രോഗ്രാമെല്ലാം കേട്ട് കണ്ടിട്ടൊക്കെ ജോയിൻ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ പ്രൊഡക്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഇത് എല്ലാവർക്കും പരിചയമുള്ള ഒരു പ്രൊഡക്റ്റാണ് അല്ലേ. ഇതിന് തുടങ്ങാതെ എനിക്കിപ്പോൾ ഈ തവിടലിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ധാരാളം ആളുകൾക്ക് പല രീതിയിലുള്ള അനുഭവങ്ങളും ഒക്കെ ഉണ്ട് എല്ലാവർക്കും. പക്ഷെ എന്നാലും എനിക്ക് ഇതിൽ വെച്ചേ തുടങ്ങാൻ പറ്റും. അതാണ് എൻ്റെ ഒരു കുഴപ്പം. കാരണം ഈ ഒരു പ്രൊഡക്റ്റ്, ഈ ഒരു പാചക എണ്ണയായിട്ട് അറിയപ്പെടുന്ന ഈ ഒരു എണ്ണ കുടിച്ചതിലൂടെയാണ് എൻ്റെ ഒരു BP ഒരു വേരിയേഷൻസ് അതെനിക്ക് മാറി കിട്ടിയത്. അത് ഞാൻ പല വേദികളിലും എനിക്ക് പറയാൻ അവസരമുണ്ടായി. അത് കേട്ട് ഉപയോഗിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എനിക്ക് BP പ്രശ്നമായിരുന്നെങ്കിൽ മറ്റു പലർക്കും മാറി കിട്ടിയത് മറ്റു പലതരത്തിലുള്ള രോഗങ്ങളായിരുന്നു. അതങ്ങനെ അങ്ങ് സ്പ്രെഡായി. ഒരു പരിധി വരെ കമ്പനിയിൽ 2 പ്രാവശ്യം ദുരിയിൽ എനിക്ക് പോകാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ പ്രാവശ്യം ചെന്ന സമയത്ത് അവിടുന്ന് എന്നെ പരിചയപ്പെടുത്തിയത് ഇങ്ങനെ എണ്ണ കുടിച്ചു തുടങ്ങിയ ഒരാളാണ് ഇദ്ദേഹം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ശരിയായ രീതിയിലുള്ള സ്റ്റഡിയൊക്കെ നടത്തിയതിന് ശേഷം എണ്ണ ഒരു 23 മില്ലി വരെ വെറും വയറ്റിൽ കഴിക്കുന്നുണ്ട്, യാതൊരു കുഴപ്പമില്ല, ഗുണകരമായ കാര്യം മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് കിട്ടാൻ തുടങ്ങി. പക്ഷെ ഞാൻ അത്രയ്ക്കൊന്നും ഡീപ്പായിട്ട് മനസ്സിലാക്കിയിട്ടൊന്നും ആയിരുന്നില്ല ഞാനിത് കഴിച്ചത്. കാരണം എനിക്ക് കിട്ടിയ ഒരു ചെറിയ ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് ഇത് കഴിച്ചാൽ ഇങ്ങനെ ഷുഗറിനും കൊളസ്ട്രോളിനൊക്കെ നല്ലതാണെന്ന് കേട്ടു. അപ്പോൾ എനിക്ക് ഓൾറെഡി BP ഒരു വേരിയേഷൻ ഉണ്ട്, അപ്പം എന്നാൽ പിന്നെ ഇത് കഴിച്ചു നോക്കാം എന്നുള്ള രീതിയിൽ കഴിച്ചു നോക്കിയതാണ്. അങ്ങനെ കഴിച്ചപ്പോൾ കിട്ടിയ ഗുണം ആളുകളിലേക്ക് ഞാനത് പങ്കുവെച്ചപ്പോൾ ആളുകൾക്ക് മാറിയത് ഷുഗർ, കൊളസ്ട്രോള്, BP, അൾസർ, പൈൽസ്, ചർമ്മ സംബന്ധമായ പല അസുഖങ്ങളും, ബ്ലോക്ക്, സ്ട്രോക്ക്, ആമവാദം അടക്കമുള്ള നിരവധി രോഗങ്ങളും മാറി കിട്ടി എന്നുള്ളതാണ് ഈ ഒരു പ്രൊഡക്റ്റിനെ വേണ്ടത്. അപ്പോൾ നമുക്കിപ്പോൾ ഡോക്ടർ യാൻ സാറിൻ്റെ ഒക്കെ ക്ലാസ് കേൾക്കുമ്പോൾ നമുക്കറിയാൻ വേണ്ടി പറ്റും 33-ലധികം ജീവിതശൈലി രോഗങ്ങൾക്ക് പ്രതിരോധവും മരുന്നുമായിട്ട് ഓൾറെഡി ഈ ഒരു പ്രൊഡക്റ്റ് മാറിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആർസിഎമ്മിലെ അമൃത് ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയേ ഉള്ളൂ, അതിന് ഹെൽത്ത് ഗാർഡ് ഓയിൽ. ആർസിഎമ്മിന്റെ ഹെൽത്ത് ഗാർഡ് ഓയിൽ എന്നുള്ള ഒറ്റ പേര് മാത്രമേ പറയാറുള്ളൂ. ഇതിന് പകരം വെക്കാൻ മറ്റു പ്രൊഡക്റ്റ് ഇല്ല. അപ്പൊ അത്ര മാത്രം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇരിട്ടിയിൽ നമ്മുടെ വിനോദ് സാറിന്റെ ഷോപ്പിന്റെ നവീകരിച്ച ഷോപ്പിലേക്കുള്ള ആ മാറ്റത്തിന്റെ ഉദ്ഘാടനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മൂർത്തി സാറും അതുപോലെ തന്നെ അഖില മേഡവും ഡോക്ടർ ഹരിയും ഒക്കെ വന്ന സമയത്ത് ഹരി പബ്ലിക്കായിട്ട് ഫോണിൽ ഗൂഗിളിൽ ചോദിച്ചു ഈ തവിടെണ്ണ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല എണ്ണയാണ്. അപ്പൊ അതിന് കൃത്യമായിട്ടൊരു മറുപടി ഗൂഗിളിൽ നിന്ന് കിട്ടി. അപ്പോൾ നോക്കൂ, ഇതൊന്നും കൈകാര്യം ചെയ്യാൻ അറിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്നും ആളുകൾക്ക് സംശയമാണ്, എന്ത് അരിയുടെ തവിട് നിന്നൊക്കെ ഇങ്ങനെ എണ്ണ കിട്ടുമോ, ഇത്രമാത്രം തവിട് എവിടെയാണ്? കാരണം അരിയുടെ ആ പുറത്ത് വരുന്ന ഒരു പാട പോലത്തെ ആ ബ്രൗൺ നിറത്തിലുള്ള സാധനമാണ് ഈ ഒരു റൈസ് ബ്രാൻ അല്ലെങ്കിൽ തവിട് എന്ന് പറയുന്നത്. അതിൽ ഇത്രമാത്രം എണ്ണയൊക്കെ ഉണ്ടോ എന്നുള്ള ചോദ്യം പണ്ടേ ആളുകൾ ചോദിക്കുന്നു, ഇന്നും ചോദിക്കുന്നു. അപ്പോ ആ ചോദ്യം, അതിനൊരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഉപയോഗിക്കാത്തത്. കാരണം ഇത്രമാത്രം തവിട് എവിടെയാണ്, തവിടിന് എണ്ണ കിട്ടുമോ എന്നുള്ള സംശയങ്ങൾ ഇനിയും എനിക്ക് മാനാത്തത് കൊണ്ടാണ് ഞാൻ തവിടിനെ ഉപയോഗിക്കാത്തത് എന്ന് പറഞ്ഞു തന്നിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കുള്ള മറുപടി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത് ഇതാ. അതായത് ഇതിൻ്റെ ഒരു കണക്ക് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നെല്ല് ഇപ്പൊ നമുക്കറിയാം, ഒരു 1000 കിലോ നെല്ല് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഉമിയാണ് ആദ്യം വേർതിരിക്കുക. നെല്ലിൽ നിന്ന് ഉമി വേർതിരിച്ചു കഴിയുമ്പോൾ
നമുക്കൊരു 820 കിലോ ബ്രൗൺ റൈസ് കിട്ടും എന്നാണ് പറയുന്നത്, ഒരു കണക്ക് പറയും. ഇപ്പോൾ നമ്മൾ ദുരിയിൽ പോയ സമയത്ത് കാണിച്ച ഒരു കണക്കും മാത്രമല്ല, ഇഷ മേഡം ഒരു സമയത്ത് ഒരു പ്രോഗ്രാമിൽ അവതരിപ്പിച്ച സമയത്ത് ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതും കൂടിയാണ്. അപ്പോൾ ആ 820 കിലോ ബ്രൗൺ റൈസ്, അതായത് അവിടെ അടക്കമുള്ള അരിയിൽ നിന്ന് അതിനെ വീണ്ടും എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഇതൊക്കെ മാറ്റി കഴിയുന്ന സമയത്ത് നമുക്ക് 720 കിലോ അരിയായിട്ടും കിട്ടുന്നു. ബാക്കി നമുക്ക് അതിൻ്റെ ബ്രാനായിട്ടും കിട്ടും, റൈസ് ബ്രാനായിട്ടും കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു ശരാശരി കണക്ക് വെച്ചപ്പോൾ ഒടുവിൽ കൊടുത്തിരിക്കുന്നുണ്ട് 12 മുതൽ 15 കിലോ വരെ റിഫൈൻഡ് റൈസ് ബ്രാൻ ഓയിൽ കിട്ടും എന്ന് പറഞ്ഞാൽ ശരാശരി കണക്ക് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി എടുക്കാവുന്ന ഒരു കണക്ക് എന്ന് പറയുന്നത് 10 കിലോ തവിടിൽ നിന്ന് എത്ര കിട്ടും, ഒരു ലിറ്റർ മുതൽ 1.5 ലിറ്റർ വരെ എണ്ണ കിട്ടും എന്നുള്ളൊരു കണക്ക് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ ഇത് കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും ഇപ്പോൾ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. നമ്മൾ ഗാമ റൈസിനോട് 100 എണ്ണം ചെയ്ത ആൾക്ക് കമ്പനി വിസിറ്റ് ചെയ്യാനും ഈ കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടാനുള്ള ഒരു അവസരം കിട്ടും. ഒരുപാട് ആളുകൾ അത് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇനി 150 ചെയ്തവർക്ക് ഫാമിലി ആയിട്ട് പോകാം, ഹസ്ബൻഡ് ആൻഡ് വൈഫിന് പോകാം. അതേപോലെ തന്നെ ഒരു 170 ചെയ്താൽ കുട്ടികളെ അടക്കം കൊണ്ടുപോകാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അത് ചെയ്തവർക്ക് ഈ കാര്യങ്ങളൊക്കെ നേരിട്ട് അവിടെ ചെന്ന് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാവുന്നതാണ്. ഞങ്ങളൊക്കെ 2 പ്രാവശ്യം പോയതാണ്, ഒരുപാട് ആളുകൾ 2 പ്രാവശ്യം പോയി കണ്ട ആൾക്കാരുണ്ട്. അപ്പോൾ ആളുകൾക്ക് സംശയങ്ങൾ എപ്പോഴും ഉണ്ടാവും, കാരണം സംശയം ഉണ്ടാവണം. അപ്പോൾ എന്നാലും ഇത് പറഞ്ഞു കൊടുത്താൽ, ഇതൊക്കെ കാണിച്ചു കൊടുത്താലും ഒരുപക്ഷെ ആൾക്ക് അതുകൊണ്ട് വിശ്വസിക്കാൻ വേണ്ടി പ്രയാസമുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ളവർ മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും വിഷം ചേർന്ന പലതരത്തിലുള്ള ഓയിലുകൾ 100 പ്രാവശ്യം അല്ലെങ്കിൽ 1000 പ്രാവശ്യം ആവർത്തിച്ച് ചൂടാക്കിയ പല എണ്ണകളും അതിൻ്റെ കാർബൺ നീക്കം ചെയ്ത് വീണ്ടും പല രൂപത്തിലും ഭാവത്തിലും നമ്മുടെ മാർക്കറ്റിൽ പലതരത്തിലുള്ള പിക്ചറൊക്കെ കൊടുത്തുകൊണ്ട് വരുമ്പോൾ ആ എണ്ണ വാങ്ങി ഉപയോഗിക്കുകയാണ്. അതിൽ അവർക്ക് യാതൊരു സംശയമില്ല. ഇത് നല്ലതാണെന്ന് പറയുമ്പോഴാണ് ആൾക്ക് സംശയം. അപ്പോൾ ഇത് ഒന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതാ, എത്ര അവാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഒരു പ്രൊഡക്റ്റിന് ഒരു അവാർഡൊക്കെ കാശ് കൊടുത്താൽ ചിലപ്പോൾ ഒരു പക്ഷേ സംഘടിപ്പിക്കാൻ പറ്റും. പക്ഷേ ഇത്രയധികം അവാർഡ് കിട്ടുക എന്ന് പറയുന്നത്, നാഷണൽ അവാർഡുകളൊക്കെ കിട്ടുക എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ, അതുകൊണ്ട് തന്നെയാണ് ഇതൊരു സ്പെഷ്യൽ പ്രൊഡക്റ്റ് ആണെന്ന് പറയാൻ വേണ്ടി കാരണം. വേൾഡിലെ നമ്പർ 1 ഓയിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഒരു തർക്കമില്ലാതെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും, ആർസിഎമ്മിന്റെ ഹെൽത്ത് ഗാർഡ് ഓയിൽ തന്നെയാണ്. അപ്പോൾ ഇതിലായിരിക്കണം നമ്മൾ ഒരു ദിവസം തുടങ്ങുന്നത്. പ്രത്യേകിച്ച് ഞാൻ പറയും, ഞാൻ മീറ്റിംഗെല്ലാം പോകുന്ന സമയത്ത് ഞാൻ ആളോട് പറയും, ഇത് കുടിച്ചു നോക്കുന്നു അല്ലെങ്കിൽ പരീക്ഷിച്ച് നോക്കുന്നൊന്നുമല്ല. നിർബന്ധമായിട്ടും രാവിലെ എഴുന്നേറ്റാൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഇതാണെന്നാണ് പറയാറ്. എന്ന് പറഞ്ഞാൽ ഒരു 2 സ്പൂണെങ്കിലും മിനിമം രാവിലെ എഴുന്നേറ്റ് വന്ന് വെറും വയറ്റിൽ ഗോകുമാർ സാറൊക്കെ പറയുന്ന പോലെ വായ വരെ കഴുകണ്ട, നേരെ വായിലേക്ക് ഒഴിക്കുക, ഒന്ന് ഇങ്ങനെയാക്കി ഇറക്കുക, വേറൊന്നും നോക്കാനില്ല. അതിന് ശേഷമേ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അപ്പം ഇത്ര മാത്രം ഗുണകരമായിട്ടുള്ള ഒരു എണ്ണ നമുക്ക് കിട്ടുന്നത്, നമുക്കറിയാം ഇന്നിപ്പോൾ പാചക എണ്ണയായിട്ട് വെളിച്ചെണ്ണ ധാരാളം ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. വെളിച്ചെണ്ണയുടെ വില എന്താണ്? കുറേ ആളുകൾ ഇപ്പോൾ തവിടെണ്ണ വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടി കാരണം ഒരു പരിധി വരെ തവിടെണ്ണയ്ക്ക് വില കുറവും ആർസിഎമ്മിന്റെ എണ്ണയ്ക്ക് വില കുറവാണ്. വെളിച്ചെണ്ണയ്ക്ക് 450 രൂപയ്ക്ക് മുകളിൽ വിലയാണ്. അപ്പം വില കുറഞ്ഞ് കിട്ടുന്ന ഒരു എണ്ണ എന്നുള്ള നിലയ്ക്ക് എങ്കിലും കുറേ ആളുകൾ ഇപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടിപ്പം നല്ല സെയിലാണ് ഷോപ്പുകളിലൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ വിലക്കുറവ് കണ്ടിട്ടെങ്കിലും ആർസിഎമ്മിന്റെ ഈ ഹെൽത്ത് ഗാർഡ് ഓയിൽ വാങ്ങി ഉപയോഗിച്ച ആളുകൾക്ക് ഒരു സംശയം വേണ്ട, എന്തെങ്കിലും തരത്തിലുള്ള റിസൾട്ടുകൾ ഗ്യാരണ്ടി ആയിട്ട് കിട്ടും. അങ്ങനെ കിട്ടിയാൽ പിന്നീട് അവർ വെളിച്ചെണ്ണയ്ക്ക് എത്ര വില കുറഞ്ഞാലും ആ ഒരു എണ്ണയിലേക്ക് പോകില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത്ര മാത്രം റിസൾട്ട് തരാൻ പര്യാപ്തമായിട്ട് ഒരു പ്രൊഡക്റ്റാണ് തവിടെണ്ണ. അപ്പോൾ ഇങ്ങനെ ഒരു തവിടെണ്ണയിൽ തുടങ്ങാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തിയത്. അപ്പോൾ എന്നെ ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും തവിടെണ്ണയെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നവരാരുണ്ടെങ്കിൽ നിസ്സംശയം ഞാൻ പറയാം, ഒരു സംശയം കൂടാതെ അവർ ചെയ്യേണ്ട ഒരു കാര്യം, എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് വന്നാൽ ആദ്യം ചെയ്യേണ്ട കാര്യം എണ്ണ കുടിച്ച് തുടങ്ങാനുള്ളതാണ്. അപ്പോൾ ഇത്രയധികം രോഗങ്ങൾക്ക് അത് പരിഹാരമാണ്. അപ്പോൾ തലയിൽ തേച്ച് കുളിക്കുക എന്നുള്ളതാണ്, താരൻ പോകാൻ എന്നുള്ളതാണ്. അങ്ങനെ തേച്ച് കുളിക്കുന്ന സമയത്ത് ദേഹത്ത് തേച്ച് കുളിക്കാം, ചൊറി ചരങ്ങ് പോലെയുള്ള കാര്യങ്ങൾ പോകാൻ എന്നുള്ളതാണ്. ചൂട് കാലാവസ്ഥയിൽ നമുക്ക് ചൂടുകുരു വരുന്ന ഒരു അവസ്ഥയുണ്ട്. മറ്റൊരു എണ്ണയും ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ തവിടിന് നമ്മൾ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ ആ ചൂടുകുരു തനിയെ താണു പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ സ്കിന്നിന്റെ പുറത്ത് വരുന്ന ഒരുവിധ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. കാരണം ഇത് വൈറ്റമിൻ ഇ ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഗുണം നമുക്ക് കിട്ടുന്നത്. അകത്ത് കഴിക്കുമ്പോൾ എന്താണ് ഗുണം കിട്ടുന്നത്? 2-3 തരത്തിലുള്ള ആന്റി ഓക്സിഡന്റ്, പ്രധാനപ്പെട്ട ആന്റി ഓക്സിഡന്റ് ഗാമ ഒറൈസോൾ എന്ന് പറയുന്ന ആന്റി ഓക്സിഡന്റ് ആണ്. ആ ഒറൈസോൾ ആന്റി ഓക്സിഡന്റ് നമ്മുടെ ബ്ലഡിലേക്ക് കയറി കഴിയുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ആന്റി ഓക്സിഡന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു, ഓക്സിഡേഷനെ തടയുന്നു, ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ശരീരത്തിൽ ബ്ലഡിലൊക്കെ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസിനെ തടഞ്ഞുകൊണ്ട് ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ ഇത് തടയുക ചെയ്യുന്നത്. അപ്പോൾ ഇത്രയധികം ക്വാളിറ്റിയുള്ള എണ്ണയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, ഞാൻ പറയുന്നത് കൂടുതൽ കാര്യം അനുഭവമുള്ള ധാരാളം ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. അവർ പറയുന്നത് കേൾക്കുക, അനുഭവം ഗുരു നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരൊറ്റ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു ദിവസം നമുക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് ഈ ഒരു എണ്ണ, അതിൽ എണ്ണയിൽ നമുക്ക് തുടങ്ങാം. ചെറിയ കുട്ടികൾക്ക് ചെറിയ ഒരു അളവിൽ കൊടുക്കുക. മുതിർന്നവരാണെങ്കിൽ 23 മില്ലി വരെ ഈ എണ്ണ കഴിക്കുന്നുണ്ട് പറയും, അതൊരു പ്രശ്നമില്ല. ഇപ്പം അധികം കഴിച്ചാൽ എന്താണെന്ന് ചോദിക്കും. അധികം കഴിച്ചാൽ വേറൊന്നുമില്ല, ഒരു പക്ഷേ 1-2 പ്രാവശ്യം ടോയ്ലറ്റിൽ ഒന്ന് പോകേണ്ടി വന്നേക്കാം, അത്രയും വേറൊന്നുമില്ല. കാരണം ഇതിന് 2 തരത്തിലുള്ള ഫൈബർ ആണുള്ളത്, സൊല്യൂബിൾ ഫൈബർ ആൻഡ് ഇൻസൊല്യൂബിൾ ഫൈബർ എന്ന് പറയും. ഈ 2 ഫൈബർ വരുന്ന സമയത്ത്
ഒന്ന് വെള്ളത്തിൽ ലയിക്കുന്നു, വെള്ളത്തിൽ ലയിക്കാത്തതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ എണ്ണ നമ്മൾ തീർച്ചയായിട്ടും, അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ കഴിക്കുന്ന വെറുമേറ്റ് കഴിക്കുമ്പോൾ നമ്മുടെ ഗട്ടിന്റെ ആരോഗ്യം വർദ്ധിക്കും. അന്നനാളം മുതൽ മലദ്വാരം വരെയുള്ള ഭാഗങ്ങൾ ക്ലീൻ ചെയ്യുന്ന ഒരവസ്ഥ വരും. അതിലൂടെ നമുക്ക് നല്ല ദഹനം ശരിയായ രീതിയിൽ നടക്കും, മോഷൻ ശരിയാവും. പല ആൾക്കും ഏറ്റവും വലിയ പ്രശ്നമായിട്ട് കാണുന്നത് മോഷൻ ശരിയായ രീതിയിൽ പോകുന്നില്ല എന്നുള്ളതാണ്. ശോധനയില്ലായ്മ തന്നെയാണ് പല രോഗത്തിനും കാരണം. കുടൽ നന്നായാൽ ഉടൽ നന്നായ ഒരു ചൊല്ല് പോലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കുടൽ നന്നാക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഗട്ടിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ, ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്യാൻ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ ആർസിഎമ്മിന്റെ ഹെൽത്ത് ഗാർഡ് ഓയിൽ. ഇതിലാവട്ടെ നമ്മുടെ ഒരു ദിവസം. പിന്നെ നമുക്കറിയാം, അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തീർച്ചയായിട്ടും പല്ല് തേക്കും അല്ലേ. പേസ്റ്റിനെ സംബന്ധിച്ച് നമുക്ക് രണ്ട് തരത്തിലുള്ള പേസ്റ്റ് ആണുള്ളത്. ഒന്ന് കാവിഗോ ഹെർബൽ ഉണ്ട്, മറ്റൊന്ന് കാവിഗോ ഓൾറൗണ്ട് പേസ്റ്റ് ഉണ്ട്. അപ്പം ഒന്ന് വെള്ള നിറത്തിലും ഒന്ന് ചുവന്ന നിറത്തിലുമാണ്. അതെന്തിനാണ് രണ്ട് തരത്തിലുള്ള പേസ്റ്റ്? ഒന്ന് നമുക്ക് രാത്രി ഉപയോഗിക്കാം, റെഡ് പേസ്റ്റ് നമുക്ക് രാത്രി ഉപയോഗിക്കാം, വൈറ്റ് നിറത്തിൽ നമുക്ക് രാവിലെ ഉപയോഗിക്കാം. വളരെ ചെറിയ അളവിൽ മാത്രം മതി. ഇന്ന് നമുക്ക് മാർക്കറ്റിൽ, ഞാൻ കുറച്ചധികം സ്ലൈഡിൽ കുറച്ചധികം ഡീറ്റെയിൽ കൊടുക്കണം എന്ന് ഞാൻ വിചാരിച്ച, പക്ഷേ സമയം കിട്ടാത്തതുകൊണ്ട് അത്രയും കൂടുതൽ ഡീറ്റെയിലേക്ക് എനിക്ക് പോയില്ല. കാരണം പണ്ട് മുതലേ പത്രത്തിൽ വന്ന ആ ഒരു കട്ടിങ്ങും കാര്യങ്ങളൊക്കെ, നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്ന പേസ്റ്റിൽ സർവ്വസാധാരണമായിട്ട് അടങ്ങിയിരിക്കുന്ന ഒരുപാട് കെമിക്കലുകളുണ്ട്, ശരീരത്തിന് ഹാനികരമായിട്ട് ഒരുപാട് കെമിക്കലുകൾ. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെറ്റിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് അറിയണമെന്നുണ്ടായാലും കുറച്ച് സമയം കിട്ടില്ല. എന്തായാലും നമുക്കറിയാം, ജലാറ്റിനും ഫ്ലൂറൈഡും അതുപോലെ എല്ല് കരിച്ച ചാരവും ചില്ലുപൊടിയും ഒന്നും ചേരാത്ത പേസ്റ്റുകളിൽ പൊടിയിൽ വന്ന റിപ്പോർട്ട് നിക്കോട്ടിൻ അടക്കമുള്ള മാരകമായിട്ടുള്ള വിഷം പോലും പേസ്റ്റിൽ ചേർന്നിരിക്കുന്നതാണ്. ഇന്ന് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ വിറ്റ് ചിലവാക്കുന്ന 24 ബ്രാൻഡുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അതിൽ ഹെർബൽ പേസ്റ്റുകൾ എന്ന് അവകാശപ്പെടുന്ന പേസ്റ്റുകളിലടക്കം കണ്ടെത്തിയത് നിക്കോട്ടിന്റെ അംശമാണ്. പേസ്റ്റിലും പൽപ്പൊടിയിലും നിക്കോട്ടിന്റെ അംശം എന്ന് പറഞ്ഞാണ് ഹെഡിങ് പോലും വന്നിട്ടുള്ളത്. അപ്പോൾ ഫ്ലൂറൈഡ് ചേർന്ന പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം, ഇന്ന് തൈറോയ്ഡ് പേഷ്യൻസിന് എണ്ണം കൂടി വരികയാണ്. തൈറോയ്ഡൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് പറയും ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണം എന്നുള്ള അവസ്ഥ. അപ്പം അതിന് ഒരു ഭാഗത്ത് മരുന്ന് കഴിക്കും, ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ട അവസ്ഥ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ പേസ്റ്റ് ഒന്ന് മാറ്റിയാൽ, നമുക്ക് ഫ്ലൂറൈഡ് ഇല്ലാത്ത പേസ്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചാൽ ആ പ്രശ്നത്തിൽ ഒരു പരിധി വരെ നമുക്ക് ഒരു കാരണത്തിൽ നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടി പറ്റും. പല കാരണങ്ങൾ ഉണ്ടാവാം, അതിലൊരു കാരണത്തെങ്കിൽ നമുക്ക് ഒരു പേസ്റ്റ് മാറ്റുന്നതിലൂടെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഹെർബൽ പേസ്റ്റ് നമുക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ജലാറ്റിൻ ചേരാത്ത, ചില്ലുപൊടി ചേരാത്തത്, എല്ല് കരിച്ച ചാരം ചേരാത്തത്, അതുപോലെ നിക്കോട്ടിൻ ഇല്ലാത്ത ഒരു ഹെർബൽ ആയിട്ടുള്ള പേസ്റ്റ്, രണ്ട് തരത്തിലുള്ള പേസ്റ്റാണ് നമുക്കുള്ളത്. ഈ രണ്ട് പേസ്റ്റും എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാവർക്കും അറിയാം. ആർസിഎമ്മിൽ വന്നവർ എല്ലാവർക്കും അവർക്ക് അറിയാൻ വേണ്ടി പറ്റും. കാരണം അത് മിക്കവാറും നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ പേസ്റ്റ് എന്തായാലും അതിൽ ഉൾപ്പെടുത്താറുണ്ട്. വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഈ പേസ്റ്റ് ഉപയോഗിച്ചാൽ മതി. ഇത് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ബ്രഷ് ചെയ്യുന്ന സമയത്ത് ചിലർക്ക് ചോര വരും, മോണയിൽ കൂടെ ചോര വരാറുണ്ട്, ചിലർക്ക് വായനാറ്റം ഉണ്ടാവും, അതുപോലെ തന്നെ മഞ്ഞ നിറം, അതായത് വല്ലാത്ത ഒരു മഞ്ഞ നിറം, അതുപോലെ പല്ലിനടിയിൽ ഇങ്ങനെ കക്ക പോലെ പറ്റി പിടിച്ചിരിക്കുന്ന അവസ്ഥ, അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ അതിനൊക്കെ വലിയൊരു സൊല്യൂഷനായിട്ട് നമുക്ക് ഈ ഒരു പേസ്റ്റ് ഉപയോഗിക്കാം. സത്യത്തിൽ ഇതിന്റെ ഒരു വിലയൊക്കെ നമ്മളൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിൽ ഒരു 150 രൂപയെങ്കിലും കൊടുത്താൽ കിട്ടുന്ന പേസ്റ്റുമായിട്ട് മാത്രമേ നമുക്ക് ഇതിനെ കമ്പയർ ചെയ്യാൻ പാടുള്ളൂ. സാധാരണഗതിയിൽ നമ്മളിതിനെ കമ്പയർ ചെയ്യുന്നത് ഒരു 90 രൂപ 100 രൂപയൊക്കെ വില വരുന്ന പേസ്റ്റുമായിട്ടാണ്. പക്ഷേ ഇതിന്റെ ക്വാളിറ്റി ശരിക്കും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ വില ഇതൊന്നുമല്ല. ഇതിന്റെ ഇരട്ടി വില കൊടുത്താലും ഈ ഒരു ക്വാളിറ്റി പേസ്റ്റ് നമുക്ക് കിട്ടില്ല. ഞാൻ പറഞ്ഞത് അധികം ആർക്കും പരിചയമില്ലാത്ത മറ്റൊരു പ്രൊഡക്റ്റാണ് കാവിഗോ ദന്തമഞ്ജൻ പൽപ്പൊടി. പാൽപ്പൊടിയല്ല, പൽപ്പൊടി, രണ്ടും രണ്ടാണ്. അപ്പോൾ ഈ പൽപ്പൊടി നമുക്കറിയാം, പണ്ട് കാലത്ത് നമുക്ക് ഉമിക്കരി ആയിരുന്നു പല്ല് തേക്കാൻ ഉണ്ടായിരുന്നത് അല്ലേ. അവിടുന്ന് ആ കാലം മാറി മാവിന്റെ ഇലയും ഉമിക്കരിയും ഒക്കെ, പിന്നെ കരിക്കട്ടയൊക്കെ പൊടിച്ച്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിന് പോയപ്പോൾ അവർ പറയുന്നത് കരിക്കട്ടയൊക്കെ പൊടിച്ച് അതിൽ ഉപ്പൊക്കെ ചേർത്ത് ഞങ്ങൾ പല്ല് തേക്കായിരുന്നു സാറേ. ശരിയാണ്, ആ സമയത്ത് അങ്ങനെ പല്ല് തേച്ച് ആർക്കും പല്ലിനും മോണിക്കും യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പേസ്റ്റ് ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഇന്ത്യ പ്രശ്നം തുടങ്ങിയത്. പക്ഷെ അതിനൊരു പരിഹാരമായിട്ടാണ് നമ്മുടെ രണ്ട് പേസ്റ്റ്. ഒപ്പം നമ്മുടെ ദന്തമഞ്ജനിൽ അടങ്ങിയിരിക്കുന്നത് 22ഓളം നാച്ചുറൽ ആയിട്ട് മൂലകങ്ങൾ ചേർത്തിട്ട് തയ്യാറാക്കിയതാ. ഇത് അധികം ആളുകൾ ഉപയോഗിക്കാറില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇത് നമുക്ക് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, പല്ലിന്റെ മേലെ പറ്റി പിടിച്ചിരിക്കുന്ന കക്കൾ നമ്മളിത് ഉപയോഗിക്കണം. നമുക്കറിയാലോ, പൽപ്പൊടി പണ്ട് നമ്മൾ എങ്ങനെ ഉപയോഗിച്ചിട്ടിരുന്നത്, ഉമിക്കരി എങ്ങനെ ഉപയോഗിച്ചിട്ടിരുന്നത്, കയ്യിലേക്ക് കുറച്ചെടുത്തിട്ട് കൈയിന്റെ വിരൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പല്ല് തേച്ചുകൊണ്ടിരുന്നത് അല്ലേ. അപ്പൊ അതേപോലെ ഇങ്ങനെ പ്രശ്നങ്ങളുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ കൈ വിരൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ദന്തമഞ്ജൻ എടുത്തിട്ട് നല്ലപോലെ പല്ലിന്റെ എല്ലാ ഭാഗവും നല്ലപോലെ തേച്ചതിന് ശേഷം നമുക്ക് സാധാരണ രീതിയിൽ ബ്രഷ് ഉപയോഗിച്ചിട്ടും കൂടെ ഒന്ന് ക്ലീൻ ചെയ്താൽ നല്ല വൃത്തിയായിട്ട് മാറുന്നുണ്ടാവും. പല്ലിന് നല്ല ആരോഗ്യം ഉണ്ടാവും, അതുപോലെ തന്നെ വായനാറ്റം ഉണ്ടാവില്ല. പിന്നെ ഈ കക്ക പോലെ പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ മാറ്റിയെടുക്കാനും, പല്ലിന് പുളിപ്പുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന്, ആ പുളിപ്പുള്ളത് ഇവർ കാണിച്ചിരിക്കുന്ന കളറിലാണ് ഈ പൊടി ഉണ്ടാവുക, ഒരു ചെറിയൊരു റെഡിഷ് കളറായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ പുളിപ്പുള്ള പെട്ടെന്ന് ആ പുളിപ്പ് മാറാനായിട്ട് നമ്മുടെ ദന്തമഞ്ജൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ്. അപ്പോൾ ചെറിയ അളവിൽ എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ കൈ വിരൽ ഉപയോഗിച്ചിട്ട് ആദ്യം നല്ലപോലെ
പല്ല് നല്ലപോലെ തേച്ചതിന് ശേഷം വേണം ബ്രഷും കൊണ്ടും കൂടെ ഒന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിലുള്ള മാറ്റം നമുക്ക് പല്ല് മോണ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. 22ഓളം മൂലങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ വേപ്പുണ്ട്, അതുപോലെ തന്നെ കുരുമുളകുണ്ട്, അതുപോലെ പിപ്പല്ലിയുണ്ട്, അങ്ങനെ നിരവധി 22ഓളം മൂലകങ്ങൾ. എല്ലാത്തിലേക്കും ഞാനങ്ങ് പോകുന്നില്ല. പിക്ചർ ജസ്റ്റ് ഒന്ന് നമുക്കിതൊക്കെ നമുക്ക് സൈറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പല്ല് തേക്കാനായിട്ട് നമുക്ക് ഈ 3ഓളം പ്രൊഡക്റ്റുകളുണ്ട്. ഈ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതും കൂടെ ഒന്ന് ഉപയോഗിക്കുന്നത് വളരെ നന്നായിരിക്കും. കുട്ടികളൊക്കെ ആദ്യം അതുപോലെ തന്നെ പല്ലിന്റെ ഒരു ഷേപ്പ് ഒക്കെ വരാനായിട്ട് ഒതുക്കി ബ്രഷും കൊണ്ട് തേക്കുമ്പോൾ പല്ലിന്റെ ഷേപ്പ് അത്ര കറക്റ്റ് അല്ല. അതിനെ വെച്ച് കൈ കൊണ്ട് നമ്മൾ ഒതുക്കി തേക്കുമ്പോഴാണ് കുറച്ച് കൂടുതലായിട്ട് പല്ലൊക്കെ ഒന്ന് ഒതുക്കി ഷേപ്പിലേക്കൊക്കെ വരിക. അതിനൊക്കെ ഇത് സഹായിക്കും. ആ രീതിയിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് കാവിഗോ ദന്തുമഞ്ചൻ. അടുത്തത് നമ്മൾ ചായ കുടി, നമ്മൾ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ അടുത്ത് നമ്മുടെ ഒരു ശൈലി അനുസരിച്ച് നമ്മൾ ചായ കുടിക്കും. നമുക്ക് 2 തരത്തിലുള്ള ചായപ്പൊടികളുണ്ട്. ഒന്ന് തരി കൂടുതലുള്ളതും മറ്റൊന്ന് അല്പം തരി കുറഞ്ഞതും. എലൈറ്റ് എന്ന് പറയുന്ന ഒരു തരി കൂടുതലുള്ള ചായ, പിന്നെ പോപ്പുലർ എന്ന് പറഞ്ഞ ഒരു അല്പം തരി. ഞാൻ വേറെ ഒന്നും ഇതിലേക്ക് പോകുന്നില്ല, കാരണം മായങ്ങളെ കുറിച്ചൊക്കെ ധാരാളം വാർത്തകൾ വന്ന കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്തുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ മായം ഉള്ള ഒരു പ്രൊഡക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ വേണ്ടി പറ്റും, അത് ചായപ്പൊടി തന്നെയാണ്. മാർക്കറ്റിൽ വരുന്ന ചായപ്പൊടി അത്ര മാത്രം കൃത്രിമ ചായപ്പൊടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ലോഡ് കണക്കിന് വരുന്ന ചായപ്പൊടികൾ പരിശോധനയ്ക്ക് വിധേയമാക്കും. അതിലെവിടെ തേയിലയുടെ ഒരു അംശം പോലും ഇല്ല. അപ്പൊ 100% കൃത്രിമമായിട്ട് ചായപ്പൊടി ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ്. അങ്ങനെയുള്ള പൊടികൾ നമ്മൾ ദിവസവും ചായയായിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തെല്ലാം തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നതെന്നറിയോ? പ്രത്യേകിച്ച് നമുക്ക് ദഹനഗ്രന്ഥികൾക്ക് നാശം ഉണ്ടാകുന്നു, ദഹനം ശരിക്കും നടക്കില്ല, നെഞ്ചരിച്ചിൽ പൊളിച്ചേക്കൽ പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ നിരവധിയായ ആരോഗ്യ പ്രശ്നങ്ങളാണ് അതിലൂടെ. പിന്നെ വിശപ്പുണ്ടാവില്ല, ഭക്ഷണം വേണ്ട, പിന്നെ ചായ കുടിക്കുന്നവർക്ക് പിന്നെ വേറെ ഭക്ഷണമൊന്നും വേണ്ട, ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് നമ്മുടെ ചായപ്പൊടി ഉപയോഗിച്ചിട്ട് നമ്മുടെ ചായ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ഒരു കുറച്ച് ദിവസം നമ്മുടെ ചായപ്പൊടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ചായ കിട്ടുമ്പോഴാണ് നമുക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാവുക. ആർസിഎമ്മിന്റെ ചായപ്പൊടി കുടിക്കുന്നതിന് മുമ്പ് ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പറയാറുണ്ട്, ഏത് ചായ കിട്ടിയാലും ഞാൻ കുടിക്കാൻ എനിക്കൊരു കുഴപ്പമില്ല, കാരണം എനിക്ക് ചായ ആയാൽ മതി. പക്ഷെ ആർസിഎമ്മിന്റെ ചായ കുറച്ച് പ്രാവശ്യം കുടിച്ചതിന് ശേഷം പിന്നെ ചായ കുടിക്കുമ്പോഴാണ് വ്യത്യാസം മനസ്സിലായത്. എനിക്ക് ചായ വേണ്ടാന്ന് പറയാണ് ആൾ. എനിക്ക് ചായ വേണ്ട, പുറത്തുനിന്ന് ചായ വേണ്ട, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് കിട്ടുമ്പോൾ ഞാൻ ചായ കുടിക്കാറില്ല എന്ന് വരെ പറഞ്ഞു ഒഴിവാന്ന് കുറേ ആളുണ്ട്. അപ്പൊ അത്രയ്ക്കും എന്താണ് ചായ എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ ഒരു ചായപ്പൊടി സഹായിക്കും. പൊതുവെ ചായപ്പൊടിയിൽ വരുന്ന മായങ്ങളെ പറ്റി പറയുമ്പോൾ അറക്കപ്പൊടി വരുന്നു, അതുപോലെ തന്നെ റെഡോക്സൈഡ് ഉണ്ടാവുന്നു, ടാർട്ടാറിൻ, സൺസെറ്റല്ലോ, കശുവണ്ടിയുടെ കറ, മൃഗങ്ങളുടെ ചോര വരെ ഉണക്കി പൊടിച്ച് ചേർത്തിട്ട് ഈ ചായപ്പൊടിയിൽ വരികയാണ്. നല്ല നിറവും കടുപ്പമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കൃത്രിമമായിട്ടുള്ള വസ്തുക്കൾ ചേർക്കുന്നത്. അതിൽ ടാർട്ടാറിൻ, സൺസെറ്റല്ലോ എന്ന് പറയുന്ന കെമിക്കലുകൾ രണ്ടും തുണിക്ക് നിറം കിട്ടാൻ വേണ്ടി ചേർക്കുന്ന കെമിക്കലാണ്. അതാണ് ചായപ്പൊടിയിൽ ചേർത്ത് വരുന്നത്. നല്ല നിറവും കടുപ്പമാണ് ആളുകൾക്ക് വേണ്ടത്. അതുപോലെ പെട്ടെന്ന് ചായ ആവുകയും വേണം. പച്ചവെള്ളത്തിലിട്ടാലും അത് ചായയാണ്. ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ പരീക്ഷിക്കാം. ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ചായപ്പൊടി ഒന്ന് ഇട്ട് നോക്കി കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് മുകളിൽ ഇങ്ങനെ കളർ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ അതിൽ കളർ മായുണ്ടെന്ന് മനസ്സിലാക്കാം. ടിഷ്യൂ പേപ്പറിൽ ഇട്ടിട്ട് അല്പം വെള്ളം ഒഴിച്ച് നോക്കും, അപ്പോഴും നമുക്ക് അതിന്റെ കളർ വ്യാപിക്കുന്നത് കാണാൻ പറ്റും. നനഞ്ഞ വെളുത്ത തുണിയിലേക്ക് ഇട്ട് നോക്കും, അപ്പോൾ നമുക്ക് ഇതിന്റെ കളർ വ്യാപിക്കുന്നത് കാണാനായിട്ട് പറ്റും. അപ്പോൾ മായങ്ങളുള്ള ചായപ്പൊടിയെ നമുക്ക് ആ രീതിയിൽ തിരിച്ചറിയാനായിട്ട് പറ്റും. അപ്പൊ നല്ല ചായപ്പൊടി എന്ന് പറഞ്ഞാൽ അത് വെള്ളം വെക്കുമ്പോൾ തന്നെ പൊടിയും കൂടി ഇട്ട് തിളച്ച് വെന്ത് അങ്ങനെയാണ് അത് യഥാർത്ഥ ചായയായിട്ട് മാറുക. അപ്പൊ ആ രീതിയിൽ നമുക്ക് 2 ചായപ്പൊടി, അത്രയേറെ പ്രത്യേകത 2 ചായപ്പൊടിയാണ് നമ്മുടെ അർസനൽ ചായപ്പൊടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പക്ഷേ എല്ലാവരും ചായ എല്ലാം ചിലർ കാപ്പി കുടിക്കും. നമ്മുടെ കാപ്പിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, 100% ഇൻസ്റ്റന്റ് കോഫിയാണ്. നമ്മൾ പല ആളുകളും, എനിക്കറിയാം, വയനാട്ടിലേക്കൊക്കെ പോണ സമയത്ത് വയനാട്ടിൽ ഇങ്ങനെ കാപ്പി സ്പോട്ടിൽ ഇങ്ങനെ വറുത്ത് പൊടിച്ച് കൊടുക്കുന്ന ഒരു സ്ഥലങ്ങളൊക്കെ പല സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ വയനാട്ടിലേക്ക് പോകുമ്പോൾ കുറേ പേര് തേയില വാങ്ങി വരും, അതുപോലെ തന്നെ കാപ്പി പൊടിയൊക്കെ വാങ്ങി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വീട്ടിൽ സ്വന്തമായിട്ട് കാപ്പിക്ക് ഉള്ളവർ കാപ്പിയൊക്കെ വറുത്ത് പൊടിച്ചിട്ട് അതിൽ ജീരകം, ഉലുവ പോലെയുള്ള സാധനങ്ങളൊക്കെ ടേസ്റ്റിന് ചേർത്തുകൊണ്ട് അത്തരത്തിലൊക്കെ കാപ്പി പലതരത്തിലും ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷെ നമ്മുടെ കാപ്പിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് 100% ഇൻസ്റ്റന്റ് കോഫി എന്ന് പറയുമ്പോൾ ഇതിൽ ചിക്കരി ഒന്നും ചേരുന്നില്ല. ഇത് കോഫി തന്നെയാണ്. ഏറ്റവും ക്വാളിറ്റി ഉള്ള കാപ്പിപ്പൊടി. ഇതെങ്ങനെയാണ് പൊടിക്കുന്നത്? പൾപ്പാക്കിയിട്ട് ഉണക്കിയെടുക്കുകയാണ്. പൾപ്പാക്കിയിട്ട് ഉണക്കി പൊടിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ അത് അതിൽ ടെമ്പറേച്ചർ കൊടുക്കാത്ത രീതിയിൽ. അപ്പം മറ്റേത് വറുത്ത് പൊടിക്കുകയില്ല. വറുത്ത് പൊടിക്കുമ്പോൾ അതിന് ഗുണം നഷ്ടപ്പെട്ടു പോകുന്നു. ഇത് പൾപ്പാക്കിയിട്ട് ഉണക്കി പൊടിക്കുക എന്ന് പറയുന്നതിന്റെ ശരിക്കും അതിന്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. മറ്റ് കാപ്പിപ്പൊടികളും ഈ കാപ്പിപ്പൊടി നമുക്ക് ഇപ്പോൾ പാലിലോ വെള്ളത്തിലോ നമ്മളിങ്ങനെ കലക്കുന്ന സമയത്ത് ഒട്ടും അതിന്റെ അടിയിൽ ഇങ്ങനെ നമ്മൾ പറയില്ല, മട്ടെന്ന് പറയില്ല, അടിഭാഗത്ത് ഇങ്ങനെ ഊറിക്കിടക്കുന്ന ഒരു സംഭവം അത് ഇതിൽ ഉണ്ടാവുകയില്ല. എന്ന് പറഞ്ഞാൽ വെള്ളത്തിലായാലും പാലിലായാലും അത് പരിപൂർണമായിട്ട് അതിലേക്ക് അരിഞ്ഞ് ചേരുന്നുണ്ടാവും. ഒന്നും അടിയിൽ ഇങ്ങനെ ഊറിക്കിടക്കുന്ന രീതിയിലേക്ക് ഉണ്ടാവില്ല. അപ്പൊ 100% ഇൻസ്റ്റന്റ് കോഫിയാണ്. അപ്പൊ ഈ ചായ നമ്പർ 1 ആന്റി ഓക്സിഡന്റ് ആണ്. അത് നമുക്ക് നിരവധിയായ ഗുണങ്ങൾ തരും. ഭക്ഷണത്തിന്റെ കൂടെ കഴിക്കരുതെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരു അരമണിക്കൂറെങ്കിലും ഗ്യാപ്പിലെ ചായ കുടിക്കാൻ വേണ്ടി ഭക്ഷണത്തിന്റെ കൂടെ കുടിക്കരുതെന്ന് പറയുന്നിട്ടുണ്ട്. അപ്പൊ നേരെ വെച്ച് കോഫിയുടെ പ്രത്യേകത എന്താ? നല്ല കോഫി ആണെങ്കിൽ അതെങ്ങനെ കഴിക്കണം? പാലും പഞ്ചസാരയും ചേർക്കാതെ കഴിക്കുക. അങ്ങനെ കഴിച്ചാൽ കിട്ടുന്ന ഗുണം എന്ന് പറയുന്നത് നമുക്ക്
നമുക്ക് ഷുഗറിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, ഫാറ്റിനെ കുറയ്ക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നിരവധിയായ ഗുണങ്ങളുണ്ട്. അപ്പം രാവിലെ പാലും പഞ്ചസാരയും ചേർക്കാത്ത നമ്മുടെ ആർസിഎമ്മിന്റെ കോഫി അല്പം എടുത്തിട്ട് അതിലേക്ക് ഒരു അല്പം നെയ്യൊക്കെ ചേർത്ത് കഴിക്കുക, അല്ലെങ്കിൽ തവിടിനൊക്കെ വെച്ച് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഫാറ്റിനെയൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരുപാട് ഗുണങ്ങൾ അതുണ്ട്. ഒരു എക്സ്ട്രാ എനർജിയൊക്കെ നമുക്ക് അതിലൂടെ കിട്ടുന്നുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ 100% ഇൻസ്റ്റന്റ് കോഫിയാണ് നമുക്ക് കിട്ടുന്നത്. മാർക്കറ്റിൽ കിട്ടുന്നത് ചിക്കരി ചെയ്യുന്നു, പലതരത്തിലുള്ള അതിലുണ്ട് ഇത്ര പെർസെൻറ്റേജ് ചിക്കരിയിൽ നിന്ന് വരെ എഴുതി ചേർത്ത കാപ്പിപ്പൊടികളൊക്കെയാണ് നമുക്ക് മാർക്കറ്റിൽ കിട്ടുക. അതിന് വ്യത്യസ്തമായിട്ട് 100% കോഫി. അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സാധാരണ രീതിയിലുള്ള കാപ്പിപ്പൊടി നമ്മളിപ്പോൾ അടുപ്പൊക്കെ തുറന്നിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് എടുത്തു, പിന്നെ എടുത്തു, ഇങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മുടെ കാപ്പിപ്പൊടി എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും നനഞ്ഞ സ്പൂൺ ഉപയോഗിച്ചിട്ട് എടുക്കരുത്, മാത്രമല്ല തുറന്ന് വെക്കരുത്. കാരണം ഇത് പ്യുവർ കോഫിയാണ്, ഇതിൽ വേറെ യാതൊരു പ്രിസർവേറ്റീവ്സും ചേർന്നിട്ടില്ല. ഒരു പ്രാവശ്യം നനഞ്ഞ സ്പൂൺ ഉപയോഗിച്ചിട്ടോ കുറച്ച് സമയം തുറന്നു വെച്ചിട്ടോ ആണ് നിങ്ങൾ ഈ കാപ്പിപ്പൊടി ഉപയോഗിക്കുന്നതെങ്കിൽ പിന്നെ രണ്ടാമത് കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടി എടുക്കാൻ ചെല്ലുന്ന സമയത്ത് കുപ്പിനുള്ളിൽ മൊത്തം ഒരു താറ് ഉരുക്കി ഒഴിച്ചോ മറ്റൊരു അവസ്ഥയുണ്ടാവും. എന്നിട്ട് പറയും നിങ്ങൾ കാപ്പിപ്പൊടി 10 വയസ്സ് കൂടുതൽ ഒറ്റ പ്രാവശ്യം എടുത്തിട്ടുള്ളൂ, അത് മുഴുവൻ താറ് പോലെ ഇരിക്കുന്നു എന്ന് പറയും. വേറെ ഒന്നുമല്ല, കാരണം ഇതിന്റെ സ്വഭാവം ഇതാണ്. അപ്പോൾ ഉപയോഗിക്കുന്ന രീതിയിൽ വളരെ ശ്രദ്ധിക്കണം. ചായപ്പൊടി കൊടുക്കുമ്പോഴും നമ്മൾ പറഞ്ഞു കൊടുക്കണം. കാരണം സാധാരണ ചായപ്പൊടി ഇടുന്ന അളവിൽ ഈ ചായപ്പൊടി ഒരിക്കലും ചായയിലിടാൻ വേണ്ടി പാടില്ല. വളരെ കുറഞ്ഞ അളവ് മതി, 4-1 മതി ശരിക്കും പറഞ്ഞാൽ. മാർക്കറ്റിൽ നിന്ന് 250 ഗ്രാം ചായപ്പൊടി വാങ്ങുന്ന സ്ഥാനത്ത്, അല്ല 1 കിലോ ചായപ്പൊടി വാങ്ങുന്ന സ്ഥാനത്ത് നമുക്ക് 250 ഗ്രാം മതി. അപ്പൊ എത്ര വളരെ കുറഞ്ഞ അളവിലാണ് ഇത് ഉപയോഗിക്കേണ്ടത് നമ്മൾ പറഞ്ഞപ്പോൾ നമുക്ക് പരിചയമുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മളത് ശരിയായ രീതിയിൽ മനസ്സിലാക്കി ഉപയോഗിക്കുക. എന്നിട്ട് ഇത് ആർക്കെങ്കിലും നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ പരിചയപ്പെടുത്തുമ്പോൾ ഉപയോഗ രീതി കൂടെ പറഞ്ഞു കൊടുക്കുക. ഇത് അടിപൊളി ചായപ്പൊടിയാണ് കൊണ്ട് ഉപയോഗിച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കരുത്, അടിപൊളി കോഫിയാണ് അതുകൊണ്ട് ഉപയോഗിച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. ഉപയോഗ രീതിയും കൂടെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ അവർ തെറ്റായ രീതി ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിന് വേണ്ടത്ര ആ ഒരു റിസൾട്ട് വരാതെ വരുന്ന സമയത്ത് ഒറ്റയ്ക്ക് ഒരു പ്രൊഡക്റ്റിനെ പറ്റി നെഗറ്റീവ് പറയും. നമ്മളെ കയ്യിലുള്ള ഒരു പ്രൊഡക്റ്റും യാതൊരു തരത്തിലുള്ള പ്രശ്നമുള്ളതല്ല. ഉപയോഗ രീതിയിലും അവരുടെ അറിവില്ലായ്മ കൊണ്ടുമാണ് പലതരത്തിലുള്ള പോരായ്മകൾ അതിനെപ്പറ്റി ആളുകൾ അഥവാ പറയുന്നുണ്ടെങ്കിൽ, പൊതുവെ ഇതിലൊന്നും ആരും പറയാറില്ല. അഥവാ ഞാൻ 1-2 പ്രാവശ്യം കേട്ടത് കാപ്പിപ്പൊടിയെ കുറിച്ചാണ്. കാരണം ഇതാണ് കാരണം, ഒരു പ്രാവശ്യം ഉപയോഗിച്ചതാണ്, രണ്ടാമത് എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്കും അതിന്റെ അവസ്ഥ ഇങ്ങനെ കണ്ടു എന്ന് പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിനെ സൂചിപ്പിച്ചത്. അപ്പം കാപ്പിപ്പൊടി അല്ലേ, പല്ല് തേച്ച് കഴിഞ്ഞാൽ ചായ അല്ലെങ്കിൽ കാപ്പി നമ്മൾ കുടിക്കും. പിന്നെ എന്തായാലും സ്വാഭാവികമായിട്ട് നമ്മളൊന്ന് എന്ത് ചെയ്യും, ഒന്ന് കുളിക്കും. മലയാളികളാണ്, പ്രത്യേകിച്ച് 2 നേരമെങ്കിലും കുളിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് പലതരത്തിലുള്ള സോപ്പുകൾ, ഞാൻ കുറച്ചധികം സോപ്പുകളുടെ പിക്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൂടുതലൊക്കെ സോപ്പ് നമ്മുടെ കയ്യിലുണ്ട്, എന്നാലും കുറച്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ കൂടെ ഒരു ഫേസ് വാഷും കൂടി ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പണ്ട് നമ്മുടെ ഉപയോഗ രീതി എന്ന് പറയുന്നത് ഒരു സോപ്പ് ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നടക്കും. കുളിക്കുകയും ചെയ്യും, അലക്കുകയും ചെയ്തുകൊണ്ട് അല്ലേ. ഒരു ചുവന്ന നിറത്തിലുള്ള സോപ്പ് പണ്ടുണ്ടായിരുന്നു. തോട്ടിലൊക്കെ പോയിട്ട് പുഴയിലൊക്കെ പോയി കുളിക്കുക അലക്കൊക്കെ ചെയ്യുന്നവർക്ക് ആകെ ആ ചുവന്ന സോപ്പാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. പക്ഷെ ഇന്ന് മുഖം കഴുകാനൊന്ന് അല്ലേ, തുണി കഴുകാനൊന്ന്, ശരീരം കഴുകുന്നതിന് വേറെ ഒന്ന്, അങ്ങനെ പലതരത്തിലുള്ള പ്രൊഡക്റ്റുകൾ അതിനുവേണ്ടി മാത്രമായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫേസ് വാഷ് നമുക്കറിയാം മുഖം വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് പ്യുവർ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അത്. അതുപോലെ തന്നെ ഈ സോപ്പുകളൊക്കെ തന്നെ ഗ്രേഡ് 1 സോപ്പുകളാണ്. ഗ്രേഡ് 1 സോപ്പിന്റെ പ്രത്യേകത എന്താ? സോപ്പിന്റെ ഗ്രേഡ് എന്താ ഉദ്ദേശിക്കുന്നത്? 75% മുകളിൽ TFM ഉള്ള സോപ്പാണ് ഗ്രേഡ് 1 സോപ്പ് എന്ന് പറയും. 75% മുകളിൽ TFM ഉണ്ടായിരിക്കണം. TFM എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ഫാറ്റി മാറ്റർ. അതിലടങ്ങിയിരിക്കുന്ന കൊഴുപ്പിന്റെ പെർസെൻറ്റേജ് ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 75 മേൽപോട്ട് ഗ്രേഡ് 1 എന്ന് പറയുന്ന സോപ്പിന് പൊതു മാർക്കറ്റുമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് കൂടെ നോക്കാം വില എന്താണെന്നുള്ളത്. 45 ഗ്രാം അല്ലെങ്കിൽ 55 ഗ്രാം, അങ്ങനെ 100 ഗ്രാമോ 50 ഗ്രാമോ മുഴുവൻ ഇല്ലാത്ത സോപ്പിന് വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ സോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഗ്രേഡ് 1, ഈ ഒരു എന എന്ന് പറയുന്ന ഈ ഒരു ഗ്രേഡ് 1 സോപ്പിന് വെറും 32-34 രൂപ വില വരുന്നുള്ളൂ. അത് നമുക്ക് മെമ്പർഷിപ്പിലേക്ക് വരുമ്പോൾ വീണ്ടും ഡിസ്കൗണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ഏറ്റവും വില കുറച്ച് കിട്ടുന്നു. അപ്പം ഈ TFM ആണ് ഒരു സോപ്പിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്ന ഘടകം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ചിലർ സോപ്പിനെ വിലയിരുത്തുന്നത് അതൊന്ന് മണത്ത് നോക്കും, നല്ല മണമുണ്ട്, കുഴപ്പമില്ല, നല്ല സോപ്പാണ്. പിന്നെ വെള്ളത്തിൽ നമ്മളൊന്ന് പതപ്പിച്ച് നോക്കും, നല്ല പതയുണ്ടോ, അടിപൊളി സോപ്പാണ്. ഇതാണോ ഒരു സോപ്പിന്റെ അതിന്റെ ക്വാളിറ്റി നമ്മൾ നിർണ്ണയിക്കുന്നത്? അങ്ങനെയല്ല നിർണ്ണയിക്കേണ്ടത്. അപ്പം നമ്മുടെ സോപ്പുകൾ പലതും പലതരത്തിലുള്ള ടെസ്റ്റിന് വിധേയമാക്കിയ സമയത്ത് അവിടെയൊക്കെ മാർക്കറ്റിൽ ബ്രാൻഡ് പറയാൻ വേണ്ടി പാടില്ല, എന്നാലും കുട്ടികളെ അടക്കം കുളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആ സോപ്പ് പ്രാവിന്റെ ഒക്കെ ചിത്രമുള്ള ഒരു സോപ്പാണ്. മുഴുവൻ പേര് പറയുകയാണെന്ന് ആദ്യം ആ കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ആ സോപ്പും ഇതും കൂടെ കമ്പയർ നമ്മൾ ഇതുപോലെ കെമിക്കൽ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് നമ്മുടെ സോപ്പ് നമ്പർ 1 ആയിട്ട് തെരഞ്ഞെടുക്കണം. അപ്പൊ അത് വിലയിലും ഗുണത്തിലും ഒരുപോലെ മികച്ചു നിൽക്കുന്ന സോപ്പ്. അതുപോലെ തന്നെ ഫേസ് വാഷിനെ സംബന്ധിച്ചിടത്തോളം പ്യുവർ നാച്ചുറൽ ആണെന്ന് ഞാൻ പറഞ്ഞു. ഇത് ഉപയോഗിച്ച് നമ്മൾ മുഖമൊക്കെ കഴുകുന്ന സമയത്ത് മുഖക്കുരു ഉണ്ടെങ്കിൽ അത് പോകുന്നു. അതുപോലെ ചെറിയ ചെറിയ ബ്ലാക്ക് മാർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും മുഖക്കുരു വരാതിരിക്കാനും ഒക്കെ ആയിട്ട് സഹായിക്കും. മുഖത്തിന് നല്ല ഒരു തിളക്കം ഉണ്ടാകും. ഓയിലി സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മുഖം കഴുകുന്നത് അത്തരത്തിലുള്ള സ്കിന്നിന്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ വളരെ നല്ലതാണ്. മറ്റെന്ത് തരത്തിലുള്ള മേക്കപ്പുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും, അപ്പോൾ ഈവൻ നമ്മൾ ചെറിയൊരു പൗഡർ പോലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഗുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കുന്നതിന് അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഫേസ് വാഷും കൊണ്ട് നമുക്ക് നല്ലപോലെ മുഖം കഴുകിയതിന് ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റു, തവിടെണ്ണ കഴിച്ചു,
അതിനുശേഷം നമ്മൾ പല്ലൊക്കെ തേച്ചതിന് ശേഷം ഒരു ചായ അല്ലെങ്കിൽ കാപ്പി കഴിച്ചു, അതിനുശേഷം നമ്മളത് കുളിച്ചു ഇല്ലേ, മുഖവും കൈയും കാലൊക്കെ കഴിഞ്ഞ് നല്ലപോലെ ഒന്ന് ശരീരമൊക്കെ ഒന്ന് വൃത്തിയാക്കി. അപ്പോൾ അതേപോലെ തന്നെ ചിലർ കുളിക്കുന്നതിന് മുമ്പ് ഹെയർ ഓയിൽ ഷാമ്പു ഒക്കെ കുളിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇത് 100% ഹെർബൽ ആയിട്ടുള്ള ഒരു ഷാമ്പു ആണ്. ഈ ഷാമ്പു ആണ് നമുക്ക് ആദ്യം വന്നുകൊണ്ടിരുന്നത്. ഇപ്പം അതിന് ശേഷം നമുക്ക് പലതരത്തിലുള്ള ഷാമ്പു നമുക്കിന്ന് വരാൻ തുടങ്ങി. ഈ ഹെർബൽ ഷാമ്പു, ഇതിന്റെ അനുഭവം ഞാൻ പറയാം. ഈ ഒരു ഹെർബൽ ഷാമ്പു ഒരാൾ ഉപയോഗിച്ചത് അതിന്റെ റിസൾട്ട് എന്നോട് പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ ഈ തലയിൽ മുടിയൊക്കെ കുറച്ച് കുറവായിരുന്നു. അപ്പൊ എപ്പോഴും ഇങ്ങനെ മുടി കുറവാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഒരു ചൊറിയുന്ന ഒരവസ്ഥ, ഇങ്ങനെ എന്തെങ്കിലും ഒരു സംസാരിക്കുമ്പോൾ അല്ലാത്തപ്പോഴൊക്കെ കൈ എപ്പോഴും ഇങ്ങനെ കയ്യിലുണ്ടാവും, ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഈ ഒരു ഷാമ്പു, ഇതൊരു ഹെർബൽ ഷാമ്പു ആണെന്ന് ഞാൻ പറഞ്ഞ സമയത്ത് ഏതായാലും നോക്കട്ടെ, നിന്റെ ഷാമ്പുവിന്റെ ഗുണം ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം ഇത് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, ആ സാധനം സൂപ്പർ ആട്ടോ. അപ്പോൾ ആ ഒരു പ്രശ്നത്തിനോട് പരിഹാരം കിട്ടി. അപ്പോൾ ഷാമ്പു ഹെർബൽ ആയിട്ടുള്ള ഷാമ്പു ആണ് ഇത്. നമുക്ക് ഉപയോഗിക്കുമ്പോൾ മുടിക്ക് നല്ല ആരോഗ്യം കിട്ടുന്നതിനും അതുപോലെ തന്നെ അതുപോലെ മുടിയിലെ ശരിയായ രീതിയിൽ നമ്മൾ കഴുകുമ്പോൾ ആ അഴുക്ക് കാര്യങ്ങളൊക്കെ നല്ലപോലെ പോയിട്ട് മുടി നല്ലപോലെ വൃത്തിയാവുന്നു എന്നുള്ളതാണ്. ഇതിൽ നല്ലപോലെ പത വരാനും ഒക്കെ ചേർത്തിരിക്കുന്ന ഈ ചിക്കാക എന്ന് പറയുന്ന ഒരു കായാണ്. അതിൽ നിന്നാണ് ഇത് കൂടുതലായിട്ട് ഇതിന്റെ ഇത് പതയൊക്കെ വരുന്നുണ്ടാവും. അപ്പം വേറെ കെമിക്കലുകൾ അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള കണ്ടന്റുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ മുടി നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കാനും നല്ല ആരോഗ്യത്തോടെ ഇരിക്കാനും സഹായിക്കുന്നു, നല്ലപോലെ വൃത്തിയാക്കാനും നമുക്ക് സഹായിക്കും. അപ്പോൾ ഒരുപാട് ഷാമ്പു നമ്മുടെ കയ്യിലുണ്ട്. ഷാമ്പു ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. തലയിൽ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് ഈ കുറച്ച് ഷാമ്പു എടുത്ത് നല്ലപോലെ പതപ്പിച്ചിട്ട് അന്നേരം തന്നെ കഴുകി കളയുന്ന ആളുകൾ അങ്ങനെ ചെയ്യരുത്. നമ്മൾ കുളിക്കുന്നതിന് തന്നെ ഒരു രീതി ഉണ്ടെന്ന് പറയാം അല്ലെ. നമ്മൾ പണ്ടൊക്കെ നമ്മുടെ തോട്ടിലും പുഴയിലൊക്കെ പോയി കുളിക്കുന്ന സമയത്ത് എങ്ങനെയാണ്, ആദ്യം നമ്മൾ കാല് നനയുന്നു, അതിനുശേഷം നമ്മൾ കയ്യിൽ വെള്ളം എടുത്തിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകുന്നു അല്ലെ, കൈയൊക്കെ ഒന്ന് കഴുകി മുഖമൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷമാണ് ആ വെള്ളത്തിൽ മുങ്ങി നമ്മൾ കുളിക്കുക. അതൊരു രീതി തന്നെയാണ്. ആദ്യം നനയേണ്ടത് നമ്മുടെ കാല് തന്നെയാണ്, അതിന് ശേഷമാണ് ബാക്കി ശരീരത്തിന്റെ ഭാഗം. തലയും കൂടെ നനഞ്ഞതിന് ശേഷം മാത്രമേ ചെസ്റ്റ് ഭാഗം നനയാൻ പാടുള്ളൂ എന്ന് പറയാം. അങ്ങനെ മുങ്ങി മുങ്ങി കറക്റ്റായിട്ട് വരണമെന്നാ പറയും. പക്ഷേ മിക്കവാറും ആൾ ബാത്റൂമിൽ കുളിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആദ്യം വെള്ളം എടുത്ത് നെഞ്ചത്തേക്ക് കുളിക്കും. ആ ഒരു അവസ്ഥയിലാണ് മിക്കവാറും ആളുകൾ കുളിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊരു ശരിയായ രീതിയിലുള്ള കുളിയല്ല. അപ്പോൾ കാല് നനയ്ക്കുന്നു, കൈ നനയ്ക്കുന്നു. അപ്പോൾ ഈ രീതിയിലേക്ക് നമ്മൾ തല വൃത്തിയാക്കുക, ഷാമ്പു ഉപയോഗിച്ച് വൃത്തിയാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, തലയിൽ വെള്ളമൊക്കെ ഒഴിച്ച് നല്ലപോലെ ഈ ഒരല്പം ഷാമ്പു എടുത്ത് നല്ലപോലെ തലയിൽ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൈകൾ നല്ലപോലെ മസാജൊക്കെ ചെയ്ത് നല്ലപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം ശരീരമൊക്കെ കഴുകി കുളിച്ചതിന് ശേഷം മാത്രമേ തല കഴുകാൻ വേണ്ടി പാടുള്ളൂ പിന്നെ അവസാനം. അപ്പം അത്രയും സമയം ഈ ഷാമ്പുവിൻ്റെ പദം അങ്ങനെ തലയിലിരിക്കും. അപ്പോഴാണ് അതിന് ശരിയായ ഗുണം കിട്ടുക. ഇത് ഷാമ്പു ഇട്ട് അന്നേരം തന്നെ കഴുകിക്കളയാണ്, അതിനുശേഷം ബാക്കി ഭാഗങ്ങൾ കുളിക്കുന്നുണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ അതിന് ശരിയായ ഗുണം കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഹെർബൽ ഷാമ്പു ആണിത്. അതുപോലെ തന്നെ ഈ ഷാമ്പുവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ആന്റി ഡാൻഡ്രഫ് ആണ്. പലർക്കും തലയിൽ താരന്റെ പ്രശ്നം വല്ലാതെ വരാറുണ്ട്. അതിന് പലതരത്തിലുള്ള ഷാമ്പുകൾ വാങ്ങി ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അതിന് നല്ലൊരു റിസൾട്ടാണ് നമ്മുടെ ഈ ഒരു ഷിനോൾ ആന്റി ഡാൻഡ്രഫ് ഷാമ്പു എന്ന് പറയുന്നത്. സത്യത്തിൽ ഡാൻഡ്രഫ് ഉണ്ടാകുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് തലയിലെ മാത്രം പ്രശ്നമല്ല എന്നാണ് പറയുന്നത്. സ്കിന്നിന്റെ മേലെ അതുപോലെ തലയിലൊക്കെ വരുന്ന പ്രശ്നങ്ങൾ ഒരു അടിസ്ഥാന കാരണം നമ്മുടെ വയറിലെ പ്രശ്നങ്ങൾ തന്നെയാണ്. വയറിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫംഗലായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ രീതിയിലേക്ക് പുറത്തേക്ക് വരും. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ചർമ്മ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഉപ്പിന്റെ ഉപയോഗം പരിപൂർണമായിട്ട് നമ്മൾ ഒഴിവാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നല്ല ശോധന ആക്കിയെടുക്കുക എന്നുള്ളതാണ്. ശോധന പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, അപ്പം നല്ലപോലെ ശോധന ഉണ്ടാക്കിയെടുക്കുക. അതിൽ ഞാൻ ഇന്നിപ്പോൾ ആ ഒരു ഇമേജ് ഇതിൽ ഇട്ടിട്ടില്ല, എൻ്റെ സ്ലൈഡില്ല, എന്നാലും ഞാൻ പറയാം, എല്ലാവർക്കും അറിയാവുന്നതാണ്. ആദ്യമായിട്ടും ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ആ പേര് ഞാൻ പറയുകയാണ്, ഉദർ സഫ ഉപയോഗിച്ചിട്ട് നമ്മുടെ വയറ് വൃത്തിയാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പരിധിവരെ അത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറുന്നുണ്ടാവും. ശോധന ഉള്ളവർക്കും അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം അങ്ങനെ അത് അടിസ്ഥാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ നമുക്ക് ഇതും കൂടി ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഇതൊക്കെ കഴിഞ്ഞാൽ കുളിക്കുന്നതിന് മുമ്പ് നമ്മുടെ തവിടെണ്ണ നല്ലപോലെ തലയിലേക്ക് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം തല കഴുകുന്ന സമയത്ത് കുളിക്കുന്ന സമയത്ത് ഒരല്പം ഷാമ്പു ഉപയോഗിച്ചിട്ട് നല്ലപോലെ കഴുകിക്കളയുക. അപ്പോൾ ഡാൻഡ്രഫിന്റെ പ്രശ്നം നമുക്ക് പരിപൂർണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് മറ്റൊരു പ്രശ്നമാണ് മുടി കൊഴിച്ചിലുണ്ടാവുക, ഹെയർഫാൾ ഷാമ്പു. അതിന് പ്രത്യേകിച്ച് ഒരു ഷാമ്പു ഉണ്ട്, ഹെയർഫാൾ ഷാമ്പു. ഇതിന്റെ ഒരു ഈ ഷാമ്പുവിന്റെ ഒക്കെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ അസാധ്യ സ്മെല്ലാണ്, അടിപൊളി സ്മെല്ലാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഷാമ്പു നമുക്ക് മുടി കൊഴിച്ചിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തലയിൽ വെള്ളം ഒഴിച്ച് നനച്ച് ഒരല്പം ഷാമ്പു എടുത്ത് നല്ലപോലെ കൈയുടെ അഗ്രം ഉപയോഗിച്ച് നല്ല തലയോട്ടിയിലേക്കൊക്കെ നല്ലപോലെ മസാജ് ചെയ്ത് കുറച്ച് സമയം അങ്ങനെ ചെയ്തതിന് ശേഷം അവിടെ വെക്കുക. ബാക്കി ശരീരഭാഗമൊക്കെ കുളിച്ചതിന് ശേഷം മാത്രമേ തല കഴുകാൻ വേണ്ടി പാടുള്ളൂ എന്നതാണ് ഷാമ്പുവിനെ സംബന്ധിച്ചിടത്തോളം. ഇത് മറ്റൊരു ഹെയർ ഓയിലാണ്. ഈ ഹെയർ ഓയിലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സാർസൻ ഹെയർ ഓയിൽ. ഇതിൽ താരനെ കളയാനുള്ള അപാരമായിട്ടൊരു കഴിവുണ്ട്. കൂടാതെ ശരീരത്തിലുള്ള ചുണങ്ങ് എന്ന് പറയുന്ന പ്രശ്നമുണ്ടല്ലോ, അതിലൊക്കെ ഇത് മാറ്റിയെടുക്കാൻ നല്ലതാണ്. പിന്നെ സാർസൻ ഹെയർ ഓയിലിന്റെ മറ്റൊരു ഗുണം ഞാൻ കേട്ടിട്ടുള്ളത്, ബാലൻസിന്റെ പ്രശ്നമുള്ളവർക്ക്
ചെറിയ രീതിയിൽ ഈ എണ്ണ ഒരു സ്പൂണിൽ എടുത്തിട്ട് അല്പം ചെറിയ രീതിയിൽ ചൂടാക്കിയിട്ട് അത് ചെവിയിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് നല്ലതാണ്. ഒരുപാട് ആളുകൾക്ക് ഈ ബാലൻസിന്റെ പ്രശ്നമുള്ളതായിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു റിസൾട്ടും കൂടി ഇതിന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം ശരിക്കും ഇതൊരു ചർമ്മത്തിലുള്ള പ്രശ്നങ്ങൾ വരെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഹെയർ ഓയിൽ ആണെങ്കിൽ പോലും ആ ഒരു ഉപയോഗം കൂടെ സാർസൻ ഹെയർ ഓയിൽ ഉണ്ട്. ഇതങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇത് മറ്റൊരു ഓയിലാണ്, ഹെയർ ഓയിലാണ്, ഷിനോലിന്റെ റിവിറ്ററൈസർ. ഈ ഒരു എണ്ണയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റ് എണ്ണകളെ അപേക്ഷിച്ച് ഇത് വളരെ നൈസായിട്ടുള്ള എണ്ണയാണ്. ഈ എണ്ണ ഇപ്പോൾ അതായത് ഹാർഡ് വാട്ടർക്ക് ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഹാർഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം കുഴൽക്കിണറിലെ വെള്ളം ഹാർഡ് വാട്ടറാണ്. അതുപോലെ നോർത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ സോപ്പൊന്നും അവിടെ അങ്ങനെ പതയില്ല. ആ ഒരു അവസ്ഥ ഇപ്പം ഞങ്ങളൊക്കെ ബിൽവാരിയൊക്കെ പോണ സമയത്ത് നമുക്ക് നല്ല അനുഭവമാണ്. അവിടെ ഒരു അല്പം ഉപ്പുവെള്ളം പോലൊരു വെള്ളവും കൂടിയാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ TFM ഉള്ള സോപ്പാണെങ്കിൽ പോലും അവിടെ ശരിയായ രീതിയിൽ പതയില്ല. അപ്പം അങ്ങനെ നമ്മൾ തലയിലൊക്കെ സോപ്പിട്ടൊക്കെ കുളിച്ചു പോയാൽ പിന്നെ ആകെ മുടിയെല്ലാം കൂടെ കട്ട പിടിച്ച അവസ്ഥ വരും. പിന്നെ അത് തലയൊന്ന് തോർത്തി എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മുടിയൊന്നും ശരിയായി വരില്ല. അങ്ങനെ തോർത്തിയതിന് ശേഷം അല്പം റിവീറ്റർ ഹെയർ ഓയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ വളരെ ഫ്രഷ് ആയിട്ട് ആ മുടി നമ്മൾ സാധാരണ ഒരു അവസ്ഥയിലേക്ക് വരും. ആ കട്ടി പിടിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്നൊക്കെ മാറിയിട്ട് വളരെ ഫ്രീ ആയിട്ട് നല്ല രീതിയിലേക്ക് മുടി ആവുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ അങ്ങനെ ഹാർഡ് വാട്ടറൊക്കെ ഉപയോഗിക്കുന്ന ഉള്ള സ്ഥലത്ത് സോപ്പൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. അതുപോലെ മുടി കൊഴിച്ചിൽ, അതുപോലെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് മുടി പൊട്ടിപ്പോവുക, മുടി കൊഴിച്ചിലുണ്ടാവുക, ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഇതൊരു വലിയ പരിഹാരമാണ്. അതുപോലെ തലവേദന വരെ മാറിയ ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു എണ്ണ ഉപയോഗിച്ചിട്ട് തലവേദനയ്ക്ക് നല്ല ആശ്വാസം ഉണ്ടായിരുന്നു പറഞ്ഞ ആളുകൾ ധാരാളം പേരുണ്ട്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന എണ്ണയാണ്. അതേപോലെ ഷിനോളിന്റെ ഹെർബൽ ഹെയർ ഓയിലാണ് ഇത്. ഇതിന്റെ ഒരു ഇതേപോലെ തന്നെ ഉപയോഗിക്കേണ്ട ഹെയർ ഓയിൽ തന്നെയാണ്. ഇതിന് വേറെ റിസൾട്ട് ഞാൻ കണ്ടത് ഇതും ഈ പറഞ്ഞതുപോലെ മൈഗ്രെയിൻ തലവേദനയുള്ളവർക്ക് ഇത് ഉപയോഗിച്ചിട്ട് മാറിയതായിട്ട് അനുഭവം വന്നിട്ടുണ്ട്. അതുപോലെ കൂടുതൽ സമയം യാത്രയൊക്കെ ചെയ്തിട്ട് ക്ഷീണമാകുന്ന സമയത്ത് അങ്ങനെ വരുന്ന തലവേദന, അത്തരം തലവേദനകൾക്കൊക്കെ ഇത് ചെയ്തൊരു കാര്യം, ഒരു സ്പൂണിൽ ഒരല്പം എണ്ണ ഇങ്ങനെ വെച്ചിട്ട് അതിൽ ചെറുതായിട്ട് ചൂടാക്കിയിട്ട് നമ്മുടെ ഈ ഭാഗങ്ങൾ, നെറ്റിയുടെ ഭാഗങ്ങൾ കാണുന്നത് വിചാരിക്കുന്നു, ഈ നെറ്റിയുടെ ഭാഗങ്ങളിൽ ഇങ്ങനെ ഇങ്ങനെ ആ എണ്ണ തേച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക. ചെറിയ രീതിയിൽ മസാജ് ചെയ്യുക, റൗണ്ടിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. 1 ഇഞ്ച് മാറ്റിയിട്ട് മേലേക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ 2 സൈഡിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും റിലാക്സ് ആയിട്ട് ഇരുന്നിട്ട് വേണം ഇത് ചെയ്യാൻ. വളരെ പെട്ടെന്ന് ആ ഒരു അസ്വസ്ഥത മാറുന്നുണ്ടാവും എന്ന് ഞാൻ ഒരുപാട് ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുത്തിട്ട് അവരെന്നോട് വിളിച്ച് പറഞ്ഞിട്ട് ഇപ്പം നല്ല ശരിയാണ് സാർ പറഞ്ഞത്, ശരിയാണത്, നല്ല ആശ്വാസം കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പം മുടി കൊഴിച്ചിലും മറ്റുള്ളതൊക്കെ നല്ലതാണ്, മുടി വളരാനൊക്കെ നല്ലതാണ്. ഒപ്പം ഇങ്ങനെയുള്ള ചെറിയൊരു പ്രശ്നങ്ങൾക്കും കൂടെ ഇതൊരു പരിഹാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അത് മറ്റൊരു ഓയിലാണ് ഷിനോളിന്റെ കൂൾ ഓയിൽ. കൂൾ ഓയിൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ പേരുണ്ടല്ലോ, കൂൾ അല്ലേ, നമ്മളെ തണുപ്പിക്കുന്ന ഒരെണ്ണ. അപ്പോൾ ഇത് നമ്മളെ മുടി കൊഴിച്ചിലും അതുപോലെ മുടിയിലെ മറ്റു പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണ്. ഒപ്പം ഇതിന്റെ ഏറ്റവും വലിയ മറ്റൊരു ഗുണം എന്ന് വെച്ചാൽ തലവേദന മാറ്റാൻ, അതായത് മൈഗ്രെയിൻ തലവേദന, ഇത് ഉപയോഗിച്ചിട്ട് മൈഗ്രെയിൻ തലവേദന മാറി ധാരാളം ആളുകളുണ്ട്. ഉറക്കക്കുറവിന്റെ പ്രശ്നമുള്ളവർ, ഉറക്കം ശരിയായിട്ട് ഉറങ്ങി രാത്രി കിടന്നാൽ ശരിയായ രീതിയിൽ ഉറക്കമില്ലാത്ത ആളുകൾ, അവർക്ക് നല്ല സുഖ നിദ്ര പ്രദാനം ചെയ്യാൻ അപാരമായ കഴിവുള്ള ഒരു എണ്ണയാണ് ഈ കൂൾ ഓയിൽ. ഇതിന് ബദലായിട്ട് മാർക്കറ്റ് ഇതേപോലെയുള്ള മറ്റു എണ്ണകളൊക്കെ ഉണ്ട്. പക്ഷെ അതിന് വ്യത്യസ്തമായിട്ട് ഇതിൽ നാച്ചുറൽ കണ്ടന്റുകൾ കൂടുതലാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പല ആളുകളും ഇത് പകലൊക്കെ ഉപയോഗിക്കും. പകലൊരു കാരണവശാൽ ഉപയോഗിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. പകൽ ഇത് ഉപയോഗിച്ച് നമ്മൾ പുറത്തേക്ക് പോകും, വെയിലൊക്കെ കൊള്ളും, ഒരുപാട് തല വേർക്കുന്ന സമയത്ത് ചിലർക്കെങ്കിലും നീർക്കെട്ട് വരാനുള്ള അവസ്ഥ ഉണ്ടാവാറുണ്ട്. അങ്ങനെ അതുകൊണ്ട് പകൽ ഉപയോഗിക്കേണ്ട. രാത്രി നമ്മളിപ്പോൾ വൈകിട്ട് കുളിക്കുന്നതിന് മുമ്പ് ഒരു 10-20 മിനിറ്റ് മുമ്പെങ്കിലും ഈ ഒരു എണ്ണ ഒരല്പം കയ്യിലേക്ക് എടുത്തിട്ട് വിരലിന്റെ ഈ അഗ്രം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ തലയോട്ടിയിലേക്ക് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 മിനിറ്റെങ്കിലും ഇത് നല്ലപോലെ മസാജ് ചെയ്തതിന് ശേഷം ഒന്ന് ഫ്രീ ആയിട്ടുള്ള റിലാക്സ് ചെയ്തിരിക്കുക. ഒരല്പം എണ്ണ നമുക്ക് വേണമെങ്കിൽ കാലിന്റെ അടിഭാഗത്ത്, പാദത്തിന്റെ അടിയിലൊക്കെ നമുക്ക് തൂത്ത് കൊടുക്കാം. അങ്ങനെയെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് തലയിലൊക്കെ തേച്ച് ഇങ്ങനെ മസാജ് എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്ത് ഒരു ചെയറിൽ ഇരിക്കുകയാണെങ്കിൽ ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും നമ്മുടെ തലയിൽ ചൂടൊക്കെ ഇങ്ങനെ ഔട്ടാവുന്ന ശരിക്കും ഫീൽ ചെയ്യും. എന്നിട്ട് കുളിച്ചിട്ട് കിടക്കുക. ഈ എണ്ണ വെച്ചാൽ ഒരു കാരണവശാലും കുളിക്കാതെ കിടക്കരുത്. അല്ലെങ്കിൽ എണ്ണ വെച്ചാൽ കുളിക്കാതെ കിടക്കരുത്. പക്ഷെ പ്രത്യേകിച്ച് രാവിലെ ഇത് ഉപയോഗിക്കേണ്ട, രാത്രി സമയങ്ങളിൽ കുളിക്കുന്നതിന് മുമ്പായിട്ട് ഇത് ഉപയോഗിക്കാം. അപ്പോൾ മുടിയുടെ വളർച്ചയ്ക്ക് നല്ലത്, മുടിയുടെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. തലവേദന മാറാൻ നല്ലത്, മൈഗ്രെയിൻ തലവേദന മാറാൻ നല്ലത്. ഒപ്പം സുഖനിദ്ര പ്രദാനം ചെയ്യുന്ന ഏറ്റവും നല്ലൊരു എണ്ണയാണ് ഷിനോളിന്റെ ഈ ഒരു കൂൾ ഓയിൽ. പിന്നെയുള്ളത് മുരിങ്ങ ഹെയർ ഓയിലാണ്. നമുക്കറിയാം മുരിങ്ങ ഹെയർ ഓയിലിനെ കുറിച്ച് ധാരാളം നമ്മുടെ കീസോളുടെ പ്രോഗ്രാമിനൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്നത് റൈസ് ബ്രാൻ ഓയിൽ ചേർത്തിരിക്കുന്നു, സൺഫ്ലവർ ഓയിൽ ചേർത്തിരിക്കുന്നു. അങ്ങനെയുള്ള മുരിങ്ങ ഓയിലൊക്കെ ചേർത്തത് കൊണ്ട് ഇതൊരു അല്പം കട്ടി പോലെ തോന്നും. അതുകൊണ്ട് ചില ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ധാരാളം ആളുകൾ എന്നോട് പറഞ്ഞിട്ട് മുടി നല്ലപോലെ വന്നിട്ടുണ്ട്, മുടി കൊഴിച്ചിട്ട് പരിപൂർണമായിട്ട് തിന്നു, നല്ലപോലെ മുടി വളരുന്നുണ്ട്, മുടിക്ക് നല്ല കറുപ്പുണ്ടാകുന്നുണ്ട്, എന്നൊക്കെ ധാരാളം അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഈ ഒരു ഹെയർ ഓയിൽ, മുരിങ്ങ ഹെയർ ഓയിൽ, ഇത് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഭക്ഷണത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ, കുളിയൊക്കെ കഴിഞ്ഞു നമ്മൾ പിന്നെ ഭക്ഷണത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഭക്ഷണത്തിലേക്ക് കിടക്കുന്ന സമയത്ത് ഉപ്പില്ലാതെ എന്തെങ്കിലും ഉണ്ടോ അല്ലേ? ഉപ്പില്ലെങ്കിൽ പിന്നെ അതിനെന്തൊരു ആ ഭക്ഷണത്തിനൊരു ടേസ്റ്റ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ഭക്ഷണത്തിലും ഒരു ഒഴിവാക്കി കൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് ഉപ്പ് എന്ന് പറയുന്നത്. പക്ഷെ ചിലർക്ക് ഉപ്പായാൽ മതി.
മാർക്കറ്റിൽ പലതരത്തിലുള്ള ഉപ്പുകളുണ്ടല്ലോ. 10 രൂപ താഴെ വിലയ്ക്ക് വരുന്ന ഉപ്പുകളുണ്ട്. ഒരു 10, 16, 18, 20 രൂപ കൊടുക്കുക ആ റേഞ്ചിൽ വരുന്ന ഉപ്പുകളുണ്ട്. 10, 36 രൂപ കൊടുത്താൽ കിട്ടുന്ന ഉപ്പുണ്ട്. അപ്പം എല്ലാ ഉപ്പ് തന്നെയാണ്. എല്ലാത്തിനും രുചിയുടെ കാര്യത്തിൽ വ്യത്യാസമൊന്നുമില്ല. എല്ലാ ഉപ്പ് തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. എന്തിനു പിന്നെ 10 രൂപ 36 രൂപയൊക്കെ കൊടുത്ത് 40 രൂപയൊക്കെ കൊടുത്ത് ഉപ്പ് മേടിക്കേണ്ട ആവശ്യം? 10 രൂപയ്ക്ക് കിട്ടുന്ന ഉപ്പ് തന്നെയല്ലേ. ചില ആളുകൾ ചിന്താഗതി ചെയ്ത് അപ്പോൾ ആ രീതിയിലുള്ള ആളുകൾ അങ്ങനെയുള്ള ഉപ്പുകൾ വാങ്ങിപ്പോയി. പക്ഷേ ആ ഉപ്പിന്റെ ക്വാളിറ്റിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇത് അയോഡൈസ്ഡ് ആണ്. ഒപ്പം തന്നെ ഇത് റിഫൈൻഡ് ചെയ്തിട്ടുള്ള ഉപ്പാണ്. ഇതിന്റെ ഒരു പ്രത്യേകത, ഇത് പല സ്ഥലങ്ങളിലും പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ വീടുകളിലൂടെ ആളുകൾ വന്ന് ഉപ്പിന്റെ പരിശോധനയ്ക്ക് ഇത് വിധേയമാക്കിയ സമയത്ത് ഏറ്റവും നല്ല ഉപ്പായിട്ട് പല പഞ്ചായത്തിലും ഇതിന്റെ പരിശോധന നടന്നപ്പോൾ പറഞ്ഞ ഒരു റിസൾട്ട് ഇതാണ് ഏറ്റവും നല്ല ഉപ്പ്. കാരണം അവർ അതിലൊരു കെമിക്കൽ ചേർത്തിട്ട് അവർ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ആ കെമിക്കൽ ചേർക്കുന്ന സമയത്ത് ഇതില് നമ്മുടെ അയോഡിന്റെ അളവ് എത്ര ഉണ്ടെന്ന് അറിയാനും കൂടെ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അയഡിൻ ഉള്ള ഉപ്പാണെങ്കിൽ, പറയുന്ന പെർസെൻറ്റേജ് അയഡിനുള്ള ഉപ്പാണെങ്കിൽ ആ ഉപ്പിന്റെ നിറം ഒരു വയലറ്റ് നിറത്തിലേക്ക് വരും. അപ്പോൾ ആ വയലറ്റ് നിറത്തിലേക്ക് വരുന്ന സമയത്ത് വീട്ടുകാർ ഇത് കാണുമ്പോൾ ഞെട്ടിപ്പോകും. കാരണം ഈ ഒരു ഉപ്പിന്റെ വെളുത്ത ഉപ്പിന്റെ നിറം എല്ലാം കൂടി ഇങ്ങനെയായല്ലോ, അപ്പൊ നമ്മൾ ഉപ്പ് വളരെ മോശമാണല്ലോ എന്ന് പേടിച്ചിരിക്കുമ്പോഴാണ് പരിശോധിക്കാൻ വന്ന ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത് അടിപൊളി ഉപ്പാണ് കേട്ടോ, ഇത് എവിടുന്നാണ് നിങ്ങൾ വാങ്ങണം, ഈ ഉപ്പ് എവിടുന്നാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് അവരിങ്ങോട്ട് ചോദിക്കുകയാണ്. അപ്പോൾ പറയുകയാണെങ്കിൽ അപ്പോഴാണ് ഇവർക്ക് വീട്ടുകാർക്ക് ആശ്വാസം വരും. അവർ പറയും ഞങ്ങൾ ഇത് ഒരു ആർസിം, അവർക്ക് ഇന്നലെ ധൈര്യമായി ആർസിമെന്റ് ഉപ്പാണ്, ഞങ്ങൾ കുറേ കാലമായിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത്, ഓക്കെ കേട്ടോ ഇത് വളരെ നല്ല ഉപ്പാണ്. അങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അത്തരത്തിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഉപ്പിന്റെ ആ അളവ് നമ്മൾ വളരെ കുറഞ്ഞ രീതിയിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. ഉപ്പിന്റെ ഉപയോഗം പൊതുവെ കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ തന്നെ നമ്മുടെ ഉപ്പിന് സാധാരണ ഉപ്പിന്റെ അളവ് അത്രയും വേണ്ടി വരില്ല, അതിനേക്കാളും കുറഞ്ഞ അളവിൽ മാത്രം മതി. ഉപ്പിൽ അയഡിൻ ചേർക്കാനുള്ള ഒരു കാരണം, ഇപ്പൊ തൈറോയ്ഡ് സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ കാരണമായിട്ട് വരുന്ന അയഡിന്റെ ഡെഫിഷ്യൻസി ആണെന്ന് പറയുന്നു. അപ്പൊ ഈ അയഡിൻ ഡെഫിഷ്യൻസി ഉള്ള ആളുകൾക്ക് ആ അയഡിൻ കിട്ടണമെങ്കിൽ അത് ഉപ്പിലൂടെ അല്ലാതെ വേറൊരു തരത്തിൽ ഇത് കൊടുക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ടാണ് അയോഡിൻ എന്ന് പറയുന്ന ആ ഒരു കണ്ടന്റ് ഉപ്പിൽ ചേർത്തിരിക്കുന്നത്. അങ്ങനെയാണ് ഈ പൊടിയുപ്പ്. നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ നമ്മളൊക്കെ ഉപ്പ് വാങ്ങാൻ പോകുന്നത് നമുക്കറിയാം, ഒരു മരപ്പെട്ടിയുടെ ഒരു ബോക്സിന്റെ അകത്ത് കല്ലുപ്പായിരുന്നു ഉണ്ടായിരുന്നത്. അവിടുന്ന് നമ്മൾ കിലോ കണക്കിന് തൂക്കി തരുകയാണ് ചെയ്തത്. പഴയ ആളുകൾക്കൊക്കെ അറിയാം. പിന്നെ അത് മാറി പാക്ക് ചെയ്ത് വന്നു. എന്തിനാ ഈ ഉപ്പ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്? അയോഡിൻ എന്ന് പറയുന്ന ആ ഒരു കണ്ടന്റ് ബാഷ്പീകരണ സ്വഭാവം ഉള്ളതാണ്. തുറന്നു വെച്ചാൽ അത് ബാഷ്പീകരിച്ച് അങ്ങ് പോവും, സാധനം അതിന് ഉണ്ടാവില്ല. അപ്പം ഒരു നല്ല പെർസെൻറ്റേജ് എങ്കിലും അയഡിൻ അതിലുണ്ടെങ്കിൽ മാത്രമേ പല പ്രാവശ്യമായിട്ട് തുറന്നടച്ച്, നമ്മളിപ്പം വീടുകളിലൊക്കെ അടുക്കളയിൽ ഉപ്പ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, ഉപ്പ് ഒരു പാത്രത്തിൽ ഇട്ട് വെക്കും, എന്നിട്ട് എത്ര പ്രാവശ്യം നമ്മൾ തുറന്നടക്കേണ്ടി വരും അല്ലേ. ആ സമയത്ത് ഇത് ബാഷ്പീകരിച്ച് പോകുന്നുണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ ആ രീതിയിൽ പോകാതിരിക്കാനാണ് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ പാക്ക് ചെയ്ത് വരാൻ വേണ്ടി തുടങ്ങിയത് അയഡിനുള്ളതുകൊണ്ട്. അപ്പോൾ അത്രയും ശുദ്ധമായിട്ടുള്ള ഉപ്പ് ഇത് നമുക്ക് ഉപയോഗിക്കാം. ഉപ്പിന്റെ അളവ് മാക്സിമം കുറച്ച് ഉപയോഗിക്കാം. കാരണം നമ്മുടെ ശരീരം ഉപ്പ് എന്ന് പറയുന്ന ആ ഒരു രസത്തിനെ ഏറ്റവും കൂടുതൽ പുറന്തള്ളാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂത്രത്തിലൂടെയും മേഖലയിലൂടെയും ഒക്കെ ഉപ്പാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉപ്പ് അധികം അകത്തേക്ക് കൊണ്ടേണ്ട കാര്യമില്ല. വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട ഒരു പ്രൊഡക്റ്റാണ് ഉപ്പ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ അടുത്തുള്ള ഉപ്പും മാക്സിമം നല്ല ക്വാളിറ്റിയുള്ള ഉപ്പ് തന്നെയാണ്. അത് പിന്നെ ഉള്ളത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇതിനെപ്പറ്റി ഇപ്പം എന്ത് പറയാനാണെന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ എല്ലാ ദിവസവും അടുക്കളയിൽ ഉപയോഗിക്കുന്ന 3 പ്രൊഡക്റ്റാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത 3 പ്രൊഡക്റ്റ് അല്ലേ. മുളക് പൊടിയിൽ എന്തെല്ലാം മായങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, എന്തെല്ലാം മായങ്ങളാണ്. ഇഷ്ടികപ്പൊടി, ഊടുപൊടി, സുഡാൻ, അറക്കപ്പൊടി, അങ്ങനെയുള്ള നിരവധിയായ കെമിക്കലുകൾ ചേർക്കുന്നു മുളക് പൊടിയിൽ. മല്ലിപ്പൊടിയിൽ അറക്കപ്പൊടി, വൈക്കോല് പൊടിച്ച് ചേർക്കുന്നു. അതുപോലെ തന്നെ കഴുതച്ചാണകം, കുതിരച്ചാണകമൊക്കെ ബ്ലീച്ച് ചെയ്ത് ചേർക്കുന്നു എന്ന് പറയുന്നു. ഇതൊക്കെ സമീപകാലത്ത് പിടിച്ചു. അപ്പൊ അത്തരത്തിലുള്ള മല്ലിപ്പൊടിയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പകർച്ചവ്യാധികൾ ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നു. എന്ത് രോഗമാണെന്ന് കണ്ടുപിടിക്കാൻ ഒരുപാട് പ്രയാസം ഉണ്ടാകുന്നു. ഇങ്ങനെ മല്ലിപ്പൊടിയും മുളക് പൊടിയും. അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി എന്ന് പറയുമ്പോൾ മഞ്ഞൾ നമ്മൾ കറിയിൽ അപ്ലൈ ചെയ്യുന്നത് എന്തെങ്കിലും തരത്തിലുള്ള വിഷാംശം ഉണ്ടെങ്കിൽ അത് പോകാനാണെങ്കിൽ ഇന്ന് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടിയിലുള്ളത് വിഷം തന്നെയാണ്. മഞ്ഞൾപ്പൊടിയാണ്, മഞ്ഞൾപ്പൊടി നമുക്ക് കിട്ടുന്നില്ല സത്യത്തിൽ, അതാണ്. അപ്പോൾ വെളുത്ത എന്തെങ്കിലും പൊടിയിലേക്ക് ഒരു നുള്ളു റെഡ് ക്രോമേറ്റ് ചേർത്താൽ അത് മുഴുവനും മഞ്ഞപ്പൊടിയായിട്ട് മാറുന്നു. ഒരല്പം മഞ്ഞളും കൂടെ പൊടിച്ചതിലേക്ക് ചേർക്കുമ്പോൾ മഞ്ഞളിന്റെ ഒരു സുഗന്ധമൊക്കെ കിട്ടും. അങ്ങനെ മഞ്ഞൾപ്പൊടിയായിട്ട് മാർക്കറ്റിൽ വരുന്നു. ഇത്തരത്തിലുള്ള മഞ്ഞപ്പൊടികൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ പ്രധാനമായിട്ടും കിഡ്നികൾക്ക് നാശം ഉണ്ടാവും എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് കിഡ്നികൾ ഡാമേജ് ആവും. കാരണം റെഡ് ക്രോമേറ്റിന്റെ സൈഡ് എഫക്ട് അതാണ്. മറ്റൊരു സൈഡ് എഫക്ട് സ്ത്രീകളെ കൂടുതൽ ബാധിക്കുന്നതാണ്, അത് അബോർഷനാണ്. അപ്പോൾ ആ അത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ഈ മഞ്ഞപ്പൊടി പോലെയുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ മഞ്ഞൾ കൃഷി ചെയ്ത്, ചില ആൾക്കാർ പറയും ഞാൻ മഞ്ഞൾ പുറത്ത് വാങ്ങാറില്ല, ഞാൻ മഞ്ഞൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കിയിട്ട് ഞാൻ തന്നെ പൊടിച്ചെടുക്കുകയാണ്. കുഴപ്പമില്ല. അപ്പൊ എന്താ സംഭവിക്കുക? മഞ്ഞൾ ഒന്നുകിൽ അവർ പച്ചമഞ്ഞൾ ഉണക്കിയിട്ട് പൊടിക്കും, അല്ലെങ്കിൽ ആ പച്ചമഞ്ഞൾ പുഴുങ്ങിയിട്ട് കഷ്ണങ്ങളാക്കിയൊക്കെ പുഴുങ്ങി അതിന്റെ വെള്ളം ഊറ്റിക്കളഞ്ഞ് ഉണക്കിയിട്ട് മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിക്കും. ഈ 2 പ്രോസസ്സിങ്ങിലും മഞ്ഞളിലുള്ള ഔഷധ ഗുണമുള്ള അതിന്റെ പേരാണ് കുർക്കുമിൻ. ആ കുർക്കുമിന്റെ അംശം നഷ്ടപ്പെട്ടു പോകാനുള്ള വലിയ തോതിൽ കുർക്കുമിൻ നഷ്ടപ്പെട്ടു പോകുന്നതാണ് 2 പ്രോസസ്സിങ്ങിലും. പക്ഷെ നമ്മുടെ മഞ്ഞൾപ്പൊടി പച്ച മഞ്ഞൾ നേരെ പോയി പൊടിഞ്ഞ് പാക്ക് ചെയ്ത് വരുന്ന ഒരു അവസ്ഥയാണ്. അത് വെയിൽ കൊള്ളുന്നില്ല, അതിന്റെ സത്ത് എവിടെയും ഊറ്റിക്കളയുന്നില്ല. ആ രീതിയിലുള്ള ഒരു പ്രോസസ്സിങ് ആയതുകൊണ്ട് അത് മനസ്സിലാക്കാൻ വേറെ ഒന്നും ചെയ്യേണ്ട. ആ മഞ്ഞൾപ്പൊടിയുടെ പാക്കറ്റ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് സ്മെല് ചെയ്ത് നോക്കും നിങ്ങൾ, വളരെ പെട്ടെന്ന് മനസ്സിലാവും ഇത്രയ്ക്കും നല്ലൊരു മഞ്ഞൾ.
ഉപയോഗിക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് ഈ ഹോം മീറ്റ് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ആളുകൾ പാക്കറ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്മെല്ല് ഇങ്ങനെ മണപ്പിക്കും. അത് മാത്രം മതി മഞ്ഞൾപ്പൊടി ആളുകൾ വാങ്ങാൻ വേണ്ടി. കാരണം അത്തരത്തിലൊരു മഞ്ഞൾപ്പൊടി നമുക്ക് ഇപ്പൊ കിട്ടാനില്ല. മല്ലി അതുപോലെ തന്നെ, മല്ലി ശരിക്കും പൊടിയാത്ത മല്ലിയാണ്. മുളക് ശരിക്കും പൊടിഞ്ഞിട്ടുണ്ടോ? മുളകും ശരിക്കും പൊടിഞ്ഞിട്ടില്ലല്ലോ, പൗഡർ ഫോം അല്ലല്ലോ നമ്മുടെ മുളക് പൊടി. അതിനാളുകൾ കുറ്റം പറയാറുണ്ട്. കാരണം നമ്മുടെ ശീലം അതാണ്. നമ്മൾ മുളക്, ചിലർ പറയും ഞാൻ മുളക് പൊടി മേടിക്കാറില്ല മായ ആയതുകൊണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഞാൻ സ്വന്തമായിട്ട് മുളക് മേടിച്ച് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി കൊണ്ടുപോയിട്ട് പൊടിപ്പിക്കും, കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ വരുമ്പോൾ വേറെ മായങ്ങളും വിഷങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ ഈ മുളക് ആ രീതിയിലേക്ക് പൗഡർ ഫോം ആയിട്ട് പൊടിഞ്ഞു വരുമ്പോൾ നഷ്ടപ്പെടുന്ന ഒരു കാര്യമുണ്ട്. മുളകിന്റെ തോലിൽ ഒരു ഓയിലുണ്ട്. ആ ഓയില് അൾസറിനെ പോലും ചെറുക്കുന്ന ഒരു ഘടകമാണ്. അത് കിട്ടണമെങ്കിൽ പൗഡർ ഫോം ആക്കി പൊടിച്ചാൽ കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളെ മുളക് പൊടി ചതച്ച് പൊടിക്കുന്ന രീതിയാണ്. നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, അതിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് കാണാം. മുളകിന്റെ തോലിന്റെ കഷ്ണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആ രീതിയിലാണ് ഇത് പൊടിച്ചിട്ടുള്ളൂ. അപ്പൊ ഇത് ശരിക്കും പൊടിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ചില വീട്ടമ്മമാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ മിക്സിയിലിട്ട് ഒന്നും കൂടെ അടിക്കും, അല്ലെങ്കിൽ ഒന്നും കൂടെ അരച്ചെടുക്കും, അങ്ങനെ കറിയിൽ ഉപയോഗിക്കും. ഒരു കാരണവശാലും മുളക് പൊടി അങ്ങനെ ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിച്ചാൽ പിന്നെ അതിന് ഗുണമില്ല. അപ്പോ മുളകിന്റെ അരി പോലും വേർതിരിച്ച് ചതച്ച് പൊടിച്ച് ഏറ്റവും ക്വാളിറ്റിയോടുകൂടി നമുക്ക് മുളക് പൊടി തരുന്നു. സുഡാനോ, ഇഷ്ടികപ്പൊടിയോ, ഓടുപൊടിയോ, റെഡോക്സൈഡോ ഒന്നുമില്ലാത്ത 100% മുളക് പൊടിക്കാണ് നമ്മൾ കാശ് കൊടുക്കുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ അളവിൽ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന മുളക് പൊടിയുടെ 1/3 മതി. മല്ലിപ്പൊടി 1/3 മതി. മല്ലിപ്പൊടി പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഒരല്പം ഒരു നുള്ളെടുത്ത് വായിട്ടൊന്ന് ചതച്ചരച്ച് നോക്കൂ. പണ്ട് നമ്മൾ മേടിച്ചിരുന്ന മുഴുവൻ മല്ലിയുടെ, അതായത് കൊത്തമല്ലി എന്ന് പറയാം, മുഴുവൻ മല്ലിയുടെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇന്ന് മുഴുവൻ മല്ലി മേടിച്ചാലും അതിൽ സത്തില്ല. സത്തെടുത്തിട്ട് സ്പ്രേ ചെയ്ത രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ പകരമായിട്ട് നമുക്ക് ക്വാളിറ്റിയുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഏറ്റവും ക്വാളിറ്റിയുള്ള മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടിയൊക്കെ ശരിക്കും പറഞ്ഞാൽ 2 നേരം നമ്മൾ ഒരു ഇളം ചൂടുവെള്ളത്തിലോ പച്ചവെള്ളത്തിലോ ഒക്കെ നമ്മൾ എങ്ങനെയെങ്കിലും അകത്ത് ഒരു ചെറിയ അളവിൽ കഴിക്കാൻ സാധിച്ചാൽ ശരീരത്തിൽ നീർക്കെട്ടുകളൊക്കെ മാറ്റി തരും അത്. കാരണം കുർക്കുമിന്റെ ഒരു ഗുണമാണത്. ക്യാൻസർ സെല്ലുകളുടെ വളർച്ചയെ അത് കുറയ്ക്കും. നല്ല പശുവും പാലിലും മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിച്ചാൽ ഈ പറയുന്ന ഗുണങ്ങളൊക്കെ കിട്ടുമെന്ന് പറയുന്നു. ക്യാൻസർ സെല്ലുകളുടെ വളർച്ചയെ തടയാൻ സാധിക്കും എന്നുള്ളത് പല ക്യാൻസർ സെന്ററുകളിൽ നിന്നും കിട്ടുന്ന റിപ്പോർട്ടുകളാണ്. ചുമ വരുന്ന സമയത്ത്, നിൽക്കാതെ ചുമ വരുന്ന സമയത്ത് ആ ചുമ നിർത്താൻ വളരെ എളുപ്പത്തിൽ നമ്മുടെ മഞ്ഞൾപ്പൊടി കൊണ്ട് സാധിക്കും. നമ്മുടെ മഞ്ഞൾപ്പൊടി നല്ല ശുദ്ധമായ 1/2 ഗ്ലാസ് പശുവും തിളപ്പിച്ച് തണുത്ത പാലിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കിയിട്ട് 2-3 കഴിച്ചു നോക്കും. കഫം ഇണങ്ങി പോയിട്ട് ആ ചുമ നിൽക്കുന്ന കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നിരവധിയായ ഗുണങ്ങൾ നമ്മുടെ മഞ്ഞൾപ്പൊടിക്ക് ഉണ്ട്. നമ്മുടെ മഞ്ഞൾപ്പൊടി എന്ന് പറയുമ്പോൾ ആ കുർക്കുമിൻ നഷ്ടപ്പെടാത്ത രീതിയിലുള്ള പ്രോസസ്സിംഗ് ആയതുകൊണ്ടാണ് ആ ഒരു ഗുണം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ വീടുകളിൽ ദൈനംദിനം ഉപയോഗിക്കുന്ന ഇത്തരം പൊടികൾ മായവും വിഷവും ഇല്ലാത്തത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ആരോഗ്യത്തിൽ വരുന്ന മാറ്റങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പിന്നെ നമ്മൾ മറ്റ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു പ്രൊഡക്റ്റാണ് കായം, അല്ലേ? കായം നമ്മൾ കറികളിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് വെറുതെ ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രമല്ല അത് ഉപയോഗിക്കുക. ഈ കായം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശരിക്കും നമ്മുടെ ദഹനം ശരിക്കും നന്നാക്കുക എന്നുള്ളതാണ്. നല്ല രീതിയിലൊരു ദഹനം നമുക്ക് ഉണ്ടാവുന്നു. വയറുവേദനയൊക്കെ വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കായം ഒരു അല്പം എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കുന്ന സമയത്ത് വയറുവേദന വളരെ പെട്ടെന്ന് നമുക്ക് ആശ്വാസം ഉണ്ടാവുന്നു. അപ്പം അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുന്നു. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇപ്പോൾ നമ്മൾ സാമ്പാറിലൊക്കെ സ്വാഭാവികമായിട്ടും കായം ചേർക്കാറുണ്ട്. എന്തിനു വേണ്ടിയാ? പലതരത്തിലുള്ള കഷ്ണങ്ങളാണ് അതിൽ ചേർത്തിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഡൈജഷന് വേണ്ടിയിട്ട് അത് സപ്പോർട്ട് ചെയ്യും. ആ രീതിയിൽ കായം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നല്ല കായമാണ്. ഞാൻ അറിഞ്ഞിടത്തോളം ഇന്ന് ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു കായം LG കായം, പേരും ബ്രാൻഡ് പറയാൻ പാടില്ല. ആ കായത്തിന്റെ കമ്പനിയുടെ ഉടമ ഉപയോഗിക്കുന്ന കായം നമ്മുടെ കായാണ്. അപ്പോൾ എന്താന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ആ കായത്തിന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് നല്ല എന്താ അമേരിക്കൻ ഗം പ്ലസ് മൈദ, അങ്ങനെ 2 കോമ്പിനേഷനാണ് ആ കായം എന്ന് പറയുന്നത്. അതൊക്കെ വലിയ രീതിയിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു കായം. പിന്നെയുള്ള നമുക്ക് സബ്ജി മസാല കേൾക്കുമ്പോൾ തന്നെ അറിയാം. സബ്ജി എന്താണ്? പച്ചക്കറികളൊക്കെ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള കറികൾ, ഈ കാണിച്ചിരിക്കുന്ന കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിലൊരല്പം മസാല പൊടി, ഈ ഒരു പൊടി സബ്ജി മസാല ചേർത്ത് ഉപയോഗിച്ച് നോക്കൂ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിൽ നല്ല ചേരുവകളൊക്കെ ചേർത്തിട്ടുള്ള ഈ ഒരു സബ്ജി മസാല നമുക്ക് പച്ചക്കറികളൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. പിന്നെ രസോയി തടുക്ക അധികം ആളുകൾ ഉപയോഗിക്കാത്ത ഒരു മസാലപ്പൊടിയാണ്. അധികം ആളുകൾ ഇത് ഉപയോഗിച്ചില്ല, പലർക്കും അറിയില്ല. എന്താണ് ഈ രസോയി തടുക്ക? പലതരത്തിലുള്ള മസാല കറികൾ ഉണ്ടാക്കുമ്പോൾ അതിൽ നമുക്കൊരല്പം വളരെ കുറഞ്ഞ അളവിൽ ചേർത്താൽ മതി. അപ്പോൾ അതിന് പറയുന്ന ഒരു പേരെന്താണ്? ഈ രസോയി തടുക്കയ്ക്ക് പറയുന്ന ഒരു പേരെന്താണ് പറയുന്നത്? മാസ്റ്റർ ഷെഫ് ഓഫ് ഗ്രേവി വെജിറ്റബിൾ. കണ്ടോ? അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റാണ് രസോയി തടുക്ക. വളരെ കുറഞ്ഞ അളവിൽ ഉപയോഗിച്ചാൽ മതി. ആ രീതിയിൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റുമാണ്. അപ്പൊ നമുക്ക് ഇതിലിപ്പോ കുരുമുളക് പൊടി ചേർത്തിരിക്കുന്നു, അതുപോലെ തന്നെ ഇഞ്ചി, കറിവേപ്പില, പലതരത്തിലുള്ള കണ്ടന്റുകൾ എല്ലാം കൂടി ചേർത്തുള്ള ഒരു മസാല കൂട്ടാണ്. അപ്പോൾ ഒരു വളരെ കുറഞ്ഞ അളവിൽ നമുക്ക് ഇത്തരത്തിലുള്ള കറികളിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും ഗരം മസാല. പിന്നെയുള്ളത് ഗരം മസാലയാണ്. നമുക്കറിയാം ഗരം മസാല പൊതുവെ നമ്മൾ മാംസമൊക്കെ വെക്കുന്ന സമയത്തും കടലക്കറിയൊക്കെ വെക്കുന്ന സമയത്ത്, പച്ചക്കറിയൊക്കെ വെക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഗരം മസാല. പക്ഷെ നമുക്ക് കിട്ടുന്ന ഗരം മസാലയിൽ ചേർത്തിരിക്കുന്ന പല കണ്ടന്റുകളും നമ്മുടെ ശരീരത്തിൽ ദോഷകരമായിട്ടുള്ള പല വസ്തുക്കളാണ് ചേർത്ത് വരുന്നത്. പക്ഷെ നമുക്കിവിടെ
ധൈര്യസമേതം ഉപയോഗിക്കാൻ പറ്റുന്ന കണ്ടന്റുകളാണ് ഇതിലിപ്പം. കുരുമുളകും മല്ലി അങ്ങനെയുള്ള കുറച്ച് പിന്നെ കറുവപ്പട്ട പോലെയുള്ള സാധനങ്ങളൊക്കെ ചേർത്തിരിക്കുന്നു. അപ്പൊ ഇത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇതും വളരെ കുറഞ്ഞ അളവിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന ഗരം മസാല വാരി ഇടുന്നത് പോലെ ഇട്ടേക്കരുത്. വളരെ കുറഞ്ഞ അളവ് നമ്മുടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ മഞ്ഞൾപ്പൊടിയൊക്കെ ഉപയോഗിച്ചതിന് ശേഷം ഒരല്പം ഗരം മസാലയും കൂടി ഇട്ട് നോക്കുകയും നല്ല കറി നമുക്ക് നല്ല ടേസ്റ്റ് നമുക്ക് കഴിക്കാൻ വേണ്ടി സാധിക്കും. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒരു മസാലക്കൂട്ടിന്റെ പുറകെ വേറെ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ആ രീതിയിൽ ഗരം മസാല. പിന്നെ ഇപ്പോൾ ഒരു മസാല വന്നതാണ് ചാറ്റ് മസാല അല്ലെ. ഇത് നമുക്ക് ഉപയോഗിച്ച് എത്ര പേരുണ്ട്? അല്ലെങ്കിൽ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ സാലഡൊക്കെ ഉപയോഗിച്ച് പിന്നെ ഉണ്ടാക്കിയ സമയത്ത് അതിലിട്ടിട്ട് കഴിച്ചു നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഓക്കെ, ഷിനോ സാർ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയണം. കുറച്ച് പേര് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പ്രത്യേക ഒരു മസാലയാണ്. നമുക്കിപ്പം ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും സാലഡ് ആക്കിയിട്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് അതിൽ ചേർത്ത് നമുക്ക് കഴിക്കാം. വളരെയധികം അത് നല്ലപോലെ ഡൈജസ്റ്റ് ആവാനൊക്കെ അത് സഹായിക്കുന്നുണ്ട്. ടേസ്റ്റും കൂടിയാണ്, നല്ല ടേസ്റ്റും കൂടിയാണ് ചാറ്റ് മസാല. അതിപ്പോൾ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു മസാലയാണ്. പിന്നെ നമ്മുടെ ജീരകം, ചെറിയ ജീരകം അല്ലേ. മാർക്കറ്റിൽ നമുക്ക് ജീരകം കിട്ടും. ജീരകം കിട്ടുമെന്ന് പറഞ്ഞാൽ അത് ജീരകമാണോ എന്ന് ചോദിച്ചാൽ ഒരു മണവും ഗുണമൊക്കെ ഉണ്ടാവുന്ന മാത്രം ജീരകത്തിന്റെ, അല്ലാതെ അത് ഒറിജിനൽ ജീരകമാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ആ രീതിയിലെ ജീരകമാണ്. കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞു ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ മുഴുവൻ സത്തെടുത്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇവിടെ ഈ ജീരകം നമ്മൾ പാക്കറ്റ് പൊട്ടിച്ചിട്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഒരു ഗോൾഡൻ കളറിൽ ഒരു നല്ലൊരു ജീരകം. അത് മാത്രമല്ല ഒരു തരി എടുത്തിട്ട് നമ്മളൊന്ന് വായിട്ട് ചരച്ചു. എന്താ അതിന്റെ ടേസ്റ്റ്? എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയിരിക്കുന്ന ജെനുവൻ ആയിട്ടുള്ള ആ ജീരകത്തിന്റെ ടേസ്റ്റാണ്. അത്തരത്തിലൊരു ജീരകം. ഇതും പറഞ്ഞ പോലെ ഹോം മീറ്റിങ്ങുകളിലൊക്കെ ആളുകൾ പൊട്ടിച്ചിട്ട് ഓരോ തരി കൈ കൊടുത്തിട്ട് വലിയ രീതിയിൽ ജീരകം വിറ്റ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് അത്രയ്ക്ക് നല്ലൊരു ജീരകം, യഥാർത്ഥ ജീരകം അതാണ്, വേറെ ഒന്നുമില്ല. അതിന്റെ സത്തെടുത്തിട്ടോ ഒന്നുള്ള ജീരകമല്ല, യഥാർത്ഥ ജീരകമാണ്. ഇത് നമുക്ക് വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ചെറിയ വിലയിലൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും. കാരണം നല്ല പ്രൊഡക്റ്റിന് അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെയുള്ളത് കുറച്ച് പപ്പടങ്ങളാണ്. പപ്പടത്തിന് ഇപ്പം തന്നെ ഒരു പ്രത്യേകത അല്ലേ. പക്ഷെ പപ്പടം നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന അതിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. മാർക്കറ്റിൽ കിട്ടുന്ന പപ്പടം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിപ്പോൾ ആ വീഡിയോ കാണിക്കാൻ എനിക്ക് പറ്റിയില്ല. കാരണം ആ വീഡിയോ എനിക്ക് ഇതിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റിയില്ല. ഏതായാലും ഈ പപ്പടം കുറച്ച് വ്യത്യസ്തതയുള്ള പപ്പടമാണ്. നമ്മൾ സാധാരണ മേടിക്കുന്ന രീതിയിലുള്ള ചെറിയ പപ്പടം അല്ല, ഇത് കുറച്ച് വ്യത്യസ്തമല്ല. അപ്പോൾ അതിലെ കണ്ടന്റുകളും വ്യത്യാസമുണ്ട്. ഇതിപ്പം ചണ പപ്പടമാണ്. ചണ പപ്പടം എന്ന് പറയുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടുള്ള ഒരു പപ്പടമാണ് ഇത്. ഇത് കുറച്ച് വലിപ്പമുണ്ട്. ഇത് നമ്മൾ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് വേണം നമ്മുടെ തൊണ്ണയിലൊക്കെ ഇട്ടിട്ട് അത് ശരിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇതിൽ പിന്നെ മറ്റു പല കണ്ടന്റുകളും നമുക്ക് ശരീരത്തിന് ഗുണമുള്ള ഒരുപാട് കണ്ടന്റുകൾ ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത്. മറ്റ് പപ്പടം എന്ന് പറഞ്ഞാൽ പണ്ട് ഉഴുന്നും കൊണ്ടാണ് പപ്പടം ഉണ്ടാക്കുക. പക്ഷെ ഉഴുന്നൊന്നും അതിലിപ്പോഴത്തെ ഉഴുന്നിന്റെ വില വെച്ച് നോക്കുമ്പോൾ അതിൽ ഉഴുന്നൊന്നും അല്ല ചേർക്കുന്നത്, കൂടുതലും മൈദ തന്നെയാണ് വരുന്നത്. അത് ഭയങ്കരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. മാത്രമല്ല അത് കുടിൽ വ്യവസായമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ വലിയ കെമിക്കലും മായങ്ങളൊന്നും അതിലുണ്ടാവാൻ വഴിയില്ല. പക്ഷെ കമ്പനി പപ്പടം മേടിക്കുന്ന ഒരു കാരണവശാലും ശരിയല്ല. അത് ഉണ്ടാക്കുന്ന രീതി കാര്യങ്ങളൊക്കെ നമുക്ക് പലരും നമ്മൾ ഈ ഗ്രൂപ്പിലൂടെയൊക്കെ വീഡിയോസ് അതിന്റെ കണ്ടതാണ്. അപ്പൊ ഇത് നല്ലൊരു ഭക്ഷണത്തിന്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പപ്പടമാണ്. ഇത് നമ്മൾ ഉപയോഗിക്കുക. 3 തരം പപ്പടമാണ് ഉള്ളത് കേട്ടോ. ഒന്ന് ചന പപ്പട്, മറ്റൊന്ന് വെളുത്തുള്ളിയും കൂടെ ചേർന്ന ഒരു പപ്പടമുണ്ട്. പിന്നെയുള്ളത് മൂങ് ദാലാണ്, ശരിയായ ഉഴുന്നും ഇത്തരത്തിലുള്ള കണ്ടങ്ങളൊക്കെ ചേർത്ത് കൊണ്ടുണ്ടാക്കുന്ന മറ്റൊരു പപ്പടമാണ്. ഇത് പറഞ്ഞതുപോലെ നല്ല ടേസ്റ്റിയാണ്. ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ച് ശീലിക്കണം. കാരണം നമുക്ക് കിട്ടുന്ന മാർക്കറ്റിൽ കിട്ടുന്ന പപ്പടത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മുടെ പപ്പടം തന്നെ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ 1-2 ബാമുകൾ നമുക്ക് പരിചയപ്പെടാം. ഒന്ന് പെയിൻ ബാമാണ്, മറ്റൊന്ന് പെയിൻ ഗോ ആണ്. ഇത് പെയിൻ ബാമാണ്. പെയിൻ ബാം നമ്മൾ സാധാരണയായിട്ട് തലവേദനയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ സാധാരണ ബാം തേക്കാറുണ്ട് അല്ലെ. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബാമാണ്. ഇതിൽ തന്നെ ഒരു 5-8 കൂട്ടം ഹെർബൽ കണ്ടന്റുകൾ ചേർന്ന ഒരു ബാമാണിത്. തലവേദനയ്ക്ക് മാത്രമല്ല, ഷോൾഡർ പെയിനും മറ്റു ജലദോഷമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാം. പല ആളുകളും പിന്നെ ആവി പിടിക്കാറുണ്ട്. ആവി പിടിക്കുക എന്ന് പറയുമ്പം ബാം ഇട്ടിട്ട് ആവി പിടിക്കും ചില ആൾക്കാർ. തിളപ്പിച്ച വെള്ളത്തിലേക്ക് ബാം ഇട്ടിട്ട് അങ്ങനെ ചെയ്യരുത്. ഒരു ബാം നമ്മൾ ആ രീതിയിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. ആവി പിടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? നമ്മൾ കുറച്ച് നെറ്റിയിലും ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ബാം പറ്റിയതിന് ശേഷം ഈ പറയുന്ന ആവി കൊള്ളിക്കുകയാണ് ചെയ്യേണ്ടത്. ആ ചൂടുവെള്ളത്തിലേക്ക് ബാം ഇട്ടിട്ട് അല്ല ആവി പിടിക്കേണ്ടത്. പല ആളുകളും അതിലേക്ക് ബാം ഇട്ടിട്ടാണ് പിടിക്കുക. അപ്പോൾ ആ രീതിയിലേക്ക് ഉപയോഗിക്കാം. വളരെ പെട്ടെന്ന് തലവേദനയ്ക്കൊക്കെ ആശ്വാസം കിട്ടുന്ന തരത്തിലുള്ള ബാമാണിത്. മറ്റുള്ള പ്രശ്നങ്ങൾക്കും ചെറിയ വേദനകൾക്കൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പിന്നെയുള്ളത് പെയിൻ ഗോ ആണ്. പെയിൻ ഗോന്റെ റിസൾട്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത റിസൾട്ടാണ്. കാരണം നടുവേദനയായിട്ട് ഒരാൾ കഷ്ടപ്പെട്ട ഒരാൾ, എനിക്ക് അത്ര അടുത്ത് പരിചയമുള്ള ഒരാളാണ്. അദ്ദേഹം ഈ പണയിൽ ജോലി, പണ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ചെങ്കൽ പണയിൽ ജോലി ചെയ്യുന്ന ഒരാൾ. അപ്പൊ അവിടെ നടുവിൽ നല്ല പ്രശ്നം വരും. കാരണം ഒന്നാ കല്ലിന്റെ വെയിറ്റ്, പിന്നെ കുനിഞ്ഞ് ചെയ്യുന്ന ജോലി എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും സ്ഥിരമായിട്ട് വേദന. അദ്ദേഹത്തിന് നടുവേദന പല ഡോക്ടറെയും കാണിച്ച് പലതരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിച്ചിട്ടൊന്നും മാറാത്തത് ഈ പെയിൻ ഗോ ഉപയോഗിച്ചിട്ട് മാറി എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു കഴിവ് നമ്മൾ മനസ്സിലാക്കാം. അപ്പൊ ഇതിലും ഇത്രയും അധികം കണ്ടന്റുകൾ ചേർന്നിട്ടുണ്ട്. ഒരു 10-12ഓളം കണ്ടന്റുകൾ ഇതിലും ചേർന്നിരിക്കുന്നു. അപ്പൊ മസിൽ പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ ഇത് വളരെ നല്ലതാണ്.
അതുപോലെ ഈ പറഞ്ഞ പോലെ വേദനകളൊക്കെ ഇത് മാറ്റാൻ ഇത് വളരെ നല്ലതാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതില് വേദനകൾ ഇത് മാത്രമല്ല, നമുക്ക് ഒരു അല്പം തവിടെണ്ണയും കൂടെ ചേർത്തിട്ട് അത് ഒരേപോലെ സമം എടുത്ത് മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ വളരെ പെട്ടെന്നാണ് അതിന്റെ റിസൾട്ട് കേട്ടോ. ഒരുപാട് റിസൾട്ട് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. മസിൽ പെയിൻ എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് ഇപ്പൊ പെട്ടെന്ന് ഒരു കാല് ഉളുക്കി എന്ന് പറയുന്ന ഒരവസ്ഥയിൽ വരുന്ന സമയത്ത് തവിടെണ്ണയും ബാമും കൂടെ ഒരേപോലെ എടുത്ത് മിക്സ് ചെയ്തിട്ട് പറ്റി കൊടുത്തു, വളരെ പെട്ടെന്നാണ് അതിന് ആശ്വാസം കിട്ടും. ഇത്തരത്തിലുള്ള ബാമുകൾ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ സമയത്തിന് ഏകദേശം നമ്മുടെ സമയമായിരിക്കുകയാണ്. അപ്പം ഒരു ദിവസം കൊണ്ട് നമുക്ക് എല്ലാ പ്രൊഡക്റ്റുകളും പരിചയപ്പെടാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നമ്മൾ ആർട്സ് ബിസിനസ്സുമായിട്ട് നമ്മൾ ഫീൽഡിലേക്ക് പോണ സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടതും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായ കുറച്ച് ഉൽപ്പന്നങ്ങളാണ്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ സന്ധ്യയ്ക്ക് തിരിച്ച് വീട്ടിൽ വന്ന് കയറിക്കുന്ന സമയത്ത്, രാത്രി നമ്മൾ വീട്ടിൽ വന്ന് കയറിയ സമയത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നം കൊതുകിന്റെ പ്രശ്നമാണ്. മര്യാദക്ക് കിടന്നുറങ്ങാൻ വിടുന്നില്ല കൊതുക്. അപ്പോൾ ആ കൊതുകിനെ നമുക്ക് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യന് യാതൊരു തരത്തിലും ഹാനികരമല്ലാത്ത വേപ്പിന്റെ എണ്ണ കൊണ്ടുണ്ടാക്കിയ ഈ ഒരു കൊതുക് തിരി ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട, നമുക്ക് കൊതുകിന്റെ യാതൊരു ശല്യമില്ലാതെ സുഖമായിട്ടുള്ള ഉറക്കം നമുക്ക് കിട്ടും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഷിനോൽ ഓയിൽ ഉപയോഗിച്ചാലും നല്ല ഉറക്കം കിട്ടും, കൊതുക് തിരി ഉപയോഗിച്ചാലും നല്ല ഉറക്കം കിട്ടും. അങ്ങനെ കൊതുകിന്റെ ശല്യം ഇല്ലാതെ കിടന്നുറങ്ങുമ്പോൾ നല്ല ഉറക്കം കിട്ടുമല്ലോ. അങ്ങനെ നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ വേണ്ടി കൊതുക് തിരി വൈകുന്നേരങ്ങളിൽ നമ്മൾ ഉപയോഗിക്കാം. പിന്നെയോ നമ്മുടെ ബെഡ്ഷീറ്റുകളൊക്കെ ആർസിമെന്റ് ബെഡ്ഷീറ്റ് തന്നെ ആവട്ടെ, പ്യുവർ കോട്ടൺ ബെഡ്ഷീറ്റാണുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞ് വന്ന് നമ്മൾ വീട്ടിൽ കിടക്കുമ്പോൾ വീട് നമുക്ക് എല്ലാം കൊണ്ട് നമുക്കൊരു സ്വസ്ഥതയും സൗകര്യവും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് അല്ലേ, നല്ല ഉറക്കം കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കിടക്ക വിരികളും അതുപോലെ തന്നെ തലയണ കവറുകളും. തലയണ കവറൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മളത് മാറ്റണം എന്നാ പറയാ. വെയിലത്തിട്ട് ഉണക്കി കഴുകി വെയിലത്തിട്ടൊക്കെ ഉണക്കി 2 ദിവസം കൂടുമ്പോഴെങ്കിലും ചേഞ്ച് ആക്കണം. ഏറ്റവും കൂടുതൽ അണുക്കള് നമ്മുടെ തലയണയിലാണ് വരുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ വൃത്തിയാക്കണം. അപ്പൊ ഏറ്റവും നല്ല കോട്ടന്റെ ബെഡ്ഷീറ്റുകൾ നമുക്ക് ആർസിമിൽ അവൈലബിൾ ആണ്. അപ്പൊ ബെഡ്ഷീറ്റ് നമ്മൾ ഇങ്ങനെ കിടക്കയിൽ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് അതിനുശേഷം നമ്മുടെ തന്നെ ഫാന് സ്വിച്ച് ഓൺ ചെയ്യാം. അപ്പോൾ നല്ലൊരു കുളിർമയുള്ളൊരു കാറ്റ് നമുക്ക് കിട്ടും, സുഖമായിട്ട് നമുക്ക് കിടന്നുറങ്ങാൻ വേണ്ടി പറ്റും. അപ്പോൾ ഫാനിന്റെ പ്രത്യേകത എന്താ, ഇത് ലീഫിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അലൂമിനിയം തരത്തിൽ ലീഫാണ്. ഇതിൽ തുരുമ്പ് പിടിക്കാത്ത തരത്തിൽ ഒരു സംവിധാനമാണ് ഇതിലുള്ളത്. ഡബിൾ ബെയറിംഗ് ആണുള്ളത്. കറണ്ട് ചാർജ് പകുതി മതി, സാധാരണ ഫാനിന്റെ പകുതി ചാർജ് മതി എന്നുള്ളതാണ് ഈ ഫാനിന്റെ പ്രത്യേകത. 2 വർഷത്തെ ബെയറിംഗ് ഉണ്ട്. ഡബിൾ ബെയറിംഗ് ആണ് ഈ ഫാൻ വരുന്നത്. ഇങ്ങനെ പലതരത്തിലുള്ള ഫാനുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ആർസിഎമ്മിന്റെ പ്രചാരമായിട്ട് മാറി നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ രാത്രി വരെ വർക്കെല്ലാം കഴിഞ്ഞ് വീട്ടിൽ കയറി വന്നു കഴിഞ്ഞ് പറഞ്ഞ പോലെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് കുളിയെല്ലാം കഴിഞ്ഞ് കിടക്ക വിരിയൊക്കെ നമ്മൾ ആർസിഎമ്മിന്റെ കോട്ടൺ ബെഡ്ഷീറ്റ് ഉപയോഗിച്ച് വിരിച്ച് അതിനുശേഷം സീലിംഗ് ഫാനും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ല സുഖമായിട്ട് നമുക്ക് നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് നമുക്ക് കിടന്നുറങ്ങാം. താങ്ക് യു GRCM. ഇതോടുകൂടി എൻ്റെ PPT പ്രസന്റേഷൻ ഞാനിവിടെ ക്ലോസ് ചെയ്യാണ്. അപ്പോൾ ആർസിഎമ്മിൽ 10,000-15,000 ഉൽപ്പന്നങ്ങളുണ്ട് നമുക്കറിയാം. പക്ഷെ എന്നാലും കുറച്ചൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഉപയോഗിക്കുന്ന കുറച്ച് ഉൽപ്പന്നങ്ങളെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടൽ മാത്രമാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സമയം എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി.